ദൈവത്തിൻ്റെ വചനം അതിവേഗം സഞ്ചരിക്കുന്ന ഒന്നാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. തിരുവചനത്തിൻ്റെ ശക്തി. ചേർന്നൊരാമയും പറയാമോ? പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വാതിൽ തുറന്നെങ്കിൽ മാത്രമേ വചനം പറയാനൊക്കത്തുള്ളൂ. സ്തോത്രം. എല്ലാവർക്കും ദൈവവചനം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഒരാൾ പ്രസ്താവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം അയക്കാതെ ഒരിക്കലും ആ വചനം പങ്കുവയ്ക്കാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം ഒരാൾ കേൾക്കണമെങ്കിൽ അവൻ ദൈവസന്തതി ആയെങ്കിലേ ദൈവവചനം കേൾക്കാൻ പറ്റൂ. ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നുവെന്നാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വചനം കേൾക്കാൻ ദാഹമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താ വചനത്തിൻ്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ ഞാൻ ആൻഡമാൻ ദ്വീപിൽ 17 എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് ഞാനും എൻ്റെ കൂടെയുള്ള കൂട്ടു സഹോദരൻ ശാമുവേലച്ചായനും കഴിഞ്ഞ ദിവസവും ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട് പ്രതിഷ്ഠയ്ക്ക് പോയപ്പോൾ അവിടെ ഇരുന്ന് ചെല്ലുമായിട്ട് സംസാരിക്കുമ്പോൾ ആ അനുഭവം അദ്ദേഹം അവിടെ വെച്ച് പറയാനിടയായി. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിശക്തമായ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി. കരണ്ട് പോയി. സ്തോത്രം. ഒരു വയൽപ്പാടത്തിലൂടെ വേണം ഞങ്ങൾ നടന്നു വരാൻ. വരുന്ന വഴിക്ക് കരണ്ട് പോയി, പേമാരിയായി, ഒരു രക്ഷയുമില്ല. ഞങ്ങൾ രണ്ടുപേരും സൈക്കിളിലാണ്. കൂരിരുട്ട്, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വലിയൊരു നാളി കടന്നു വേണം ഞങ്ങൾ ഇപ്പുറം റോഡിലെത്തി. അദ്ദേഹത്തിൻ്റെ സ്ഥലം കഴിഞ്ഞ് പിന്നെ ഞാനൊരു പാലം കയറിയൊക്കെ വേണം വരാൻ. കൂരിരുട്ട, ഒന്നും കാണത്തില്ല. അപ്പം ഞങ്ങൾ ആ പെരുമഴയിൽ നിന്ന് കരയുക, കർത്താവേ എന്ത് ചെയ്യണം? അപ്പം എന്നോട് ശമൽ സോരം പറഞ്ഞു, പാസ്റ്റേ എൻ്റെ ഡൈനാമോ കൊള്ളത്തില്ല, പാസ്റ്റർക്ക് ഡൈനാമോ ഇല്ല. പ്രശ്നം എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ശമൽച്ച ഒരു കാര്യം ചെയ്യ്, കൊള്ളാമോ കൊള്ളത്തില്ലയോ, പന്നലാണേലും നല്ലത്, നിങ്ങൾ ആ ഡൈനാമയുടെ മണ്ടയിലോട്ട് കൈവെക്കും, ഞാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. അതുവരെ കത്താതിരുന്ന ഡൈനാമ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച വചനം എന്താണെന്നറിയാമോ? ദൈവം നമ്മുടെ സങ്കേതവും. ബാക്കി പറഞ്ഞാട്ടെ. പിന്നെ ഏറ്റവും അടുത്ത തുണയാകുന്നു. സ്തോത്രം. ഇന്ന് കറക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് കത്തുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ ശമൽച്ചൻ ധൈര്യമായിട്ട് കറക്ക്. സ്തോത്രം സ്തോത്രം. തെളിഞ്ഞു വരാൻ തുടങ്ങി. ഇന്ന് രാത്രിയിലും പ്രതീക്ഷ നഷ്ടപ്പെട്ട കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നീ ആയിരിക്കുമ്പോഴും അകത്ത് കയറിയ വചനം ആത്മാവിൽ ഉരുവിട്ട് തുടങ്ങിയാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട നിനക്ക് പ്രതീക്ഷയുടെ ഒരു പ്രകാശരശ്മി ഇപ്പോൾ കാണാൻ പറ്റും. തിരിച്ചറിയുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യണം. എല്ലാ ഹോപ്പും നിനക്ക് നഷ്ടപ്പെട്ടാലും ദൈവവചനത്തിൻ്റെ ശക്തി നിന്റെ അകത്തോട്ട് കയറിയാൽ നിന്റെ വാതിൽ ഓപ്പണായി വരും. നിന്റെ വാതിൽ ഓപ്പണായി വരും. നന്ദിയോട് സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോട് സ്തോത്രം ചെയ്താട്ടെ. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത്, എൻ്റെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ നിന്ന് ബൈബിള് പോയി. ഇന്ന് രാത്രി നമ്മൾ എന്താ വിഷയം എടുത്തിരിക്കുന്നത്? ബോലുജി, ഇന്നലെ നമ്മൾ എന്തായിരുന്നു ടോപ്പിക് എടുത്തത്? യെസ്, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. ആമേൻ. ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? ആമേൻ. ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോൾ ദൈവാത്മാവിനെ തടഞ്ഞു. കാരണം കൈവരിയില്ലാത്ത പാലമാ. വീണാൽ കടൽ വെള്ളം കയറുന്ന നാളിക്കകത്ത് വീണ് ഞാൻ തീർന്നു പോകും. ദൈവം അതറിയുന്നു. സ്തോത്രം. രാത്രി ഉറക്കം വന്നില്ല. ദൈവമേ, എൻ്റെ ബൈബിൾ പോയല്ലോ. വെളുപ്പാങ്കാലത്ത് ഞാൻ അവിടെ നിന്നിറങ്ങി. ഒരു 9:30 ആയപ്പോഴത്തേന് ഞാൻ ഏറിയ ചെന്ന് അവിടെ എല്ലായിടവും തപ്പി. എൻ്റെ ബൈബിൾ കാണുന്നില്ല. ഒരു കടയിൽ ചെന്ന് ഞാൻ ചോദിച്ചു, എൻ്റെ ബൈബിള്, ഒരു പുസ്തകം, കറുത്ത ഒരു പുസ്തകം കിട്ടിയോ ഇവിടെ ആർക്കെങ്കിലും ചോദിച്ചു. അപ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ പറയാ, एक लड़का एक किताब इधर लेके आया, वो काला किताब है, लेकिन उसने बोलता है ये पकड़ने से इसी में से बिजली मारता है, इसलिए इधर लेके डर के चला गया. പിടികിട്ടിയോ?
സ്തോത്രം, സ്തോത്രം. ഒരു യൗവനക്കാരൻ്റെ കയ്യിൽ ഒരു കറുത്ത പുസ്തകം കിട്ടി. അവനിവിടെ കൊണ്ടുവന്നിട്ട് പറയുക, ഇത് പിടിക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് കരണ്ടടിക്കുന്നു, പേടിച്ച് ഇവിടെ വെച്ചേച്ച് ഓടിപ്പോയെന്ന്. നീ പിടിച്ച പുസ്തകത്തിന് കരണ്ടിന്റെ പവർ ഉണ്ടെന്ന്. ഹലോ, പലർക്കും ഇത് വെളുത്ത പേപ്പറിലെ കറുത്ത മഷിയായിരിക്കുമ്പോൾ ഇതകത്ത് കയറിയവനറിയാം ഇത് ആത്മാവിന്റെ വാളാ. സ്തോത്രം, 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 സ്തോത്രം. മക്കളെ, ഇത് ഉയർത്തിപ്പിടിക്കാൻ ലഭിച്ച ഭാഗ്യം. ഇത് രാജാക്കന്മാരെ വിസ്തരിക്കുന്ന പുസ്തകമാ. ഇത് ജഡ്ജിമാരെ വിധിക്കുന്ന പുസ്തകമാ. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന പുസ്തകമാ. ഇത് യഹോവയുടെ ശബ്ദമാണ്. ഇത് ദൈവം ബ്രീത്ത് ചെയ്ത് ശ്വാസമായത്. ഇന്ന് രാത്രിയിലും ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇത് ജീവനായി വെളിപ്പെടും. ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. അമ്മേ, ഇന്നേക്ക് 2021 ഒക്ടോബർ മാസം 5-ാം തീയതി എൻ്റെ ഒരു സ്റ്റുഡന്റ്, സ്തോത്രം, അതെ, ആ സഹോദരിക്ക് മക്കളില്ലാതെ ഒരു കുട്ടിയുണ്ട്. 10 വർഷം മക്കളില്ലായിരുന്നിട്ട് പ്രാർത്ഥിച്ചൊരു കുഞ്ഞ് ജനിച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ കുട്ടിയെ ക്യാരി ചെയ്ത് തുടങ്ങി 2-ാം മാസം ആ സഹോദരി ഇങ്ങനെ നട്ടലിന്റെ കണ്ണിക്കെന്തോ പ്രശ്നമുണ്ട്. ആ സഹോദരി ഇങ്ങനെ ഡോക്ടറിന്റെ അടുക്ക പോയി ഓർത്തോയെ കണ്ട് പരിശോധിച്ചു, പറഞ്ഞു, നിന്റെ ഡിസ്ക് മൊത്തം കൊളാപ്സ് ആയിരിക്കുകയാണ്, നീ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി സർജറി ചെയ്തില്ലെങ്കിൽ നീ പാരലൈസ്ഡ് ആയി പോകും. സ്തോത്രം. ഇത് പറഞ്ഞ് 3-ാമത്തെ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് കുളിച്ചിട്ട് കട്ടിലേക്ക് കടന്നു, പിന്നെ എഴുന്നേറ്റില്ല. അരയ്ക്ക് താഴ്വശം പാരലൈസായി. സ്തോത്രം, സ്തോത്രം. ഒരു ദിവസം സ്റ്റുഡൻസ് മീറ്റിംഗ് നടക്കുകയാണ്. തീരാറായപ്പോൾ എനിക്കൊരു വോയിസ്, സ്തോത്രം, തൻ്റെ കൂട്ടാളിയിട്ടു, അതെ, ആൻസി അരയ്ക്ക് താഴ്വശം ചലിക്കുന്നില്ല, ബെഡിലാണ് എന്ന് മെസ്സേജ് ഇടാൻ തുടങ്ങിയപ്പോൾ, മെസ്സേജ് ഇടാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, അവളെ വിളിച്ച് പ്രാർത്ഥിക്കാം. 66 വയസ്സ് പ്രായമുള്ള എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ജോളി എന്നാ പറയുന്നത്, ട്രിവാൻഡ്രത്ത്. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവളെ വിളിച്ചു, ജോളി മാമേ, നമുക്കൊരു സ്റ്റുഡൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം, പാരലൈസ് ആയി കിടക്കുകയാണ്. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പരിശുദ്ധാത്മാവ് ഉണർത്തി തന്നു, എടുത്തുറക്ക വായിക്കണം. ആ വാക്യം ഉരുവിട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. Psalms 107:20. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം ഉരുവിട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. പ്രാർത്ഥന ആത്മമണ്ഡലത്തിലോട്ട് കയറി. അത് ശക്തമായ നിലയിൽ അങ്ങോട്ട് പ്രാർത്ഥന തീവ്രമായി കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് ഉറക്ക വായിച്ചാട്ടെ. റീഡ് വിത്ത് ലൗഡ് വോയിസ്. അവൻ തൻ്റെ വചനത്തെ അയച്ചു. ദാറ്റ് മീൻസ് എന്താ എഴുതിയിരിക്കുന്നത്? He sent his word. അയച്ചെന്ന്. ഹലോ, അയച്ചാൽ അത് വിട്ടെടുത്തിരിക്കത്തില്ല, അതങ്ങ് ചൊല്ലുമെന്ന്. പിടികിട്ടിയില്ല. മിസൈൽ വിട്ടാൽ അത് വഹിച്ച ആ പേടകത്തിനകത്ത് ഇരിക്കത്തില്ല, അതങ്ങ് മൂവ് ചെയ്യും. എന്തിനാക്കാ? എവിടെ ഫോക്കസ് ചെയ്തോ അവിടെ ചെന്ന് വീഴും. എത്രമാത്രം അതിനകത്ത് പവറുണ്ടോ അത് മുഴുവൻ അവിടെ പൊട്ടിത്തെറിച്ച് ഉദ്ദേശിച്ച കാര്യം സാധിപ്പിക്കും. മിസൈലിനേക്കാൾ പവറുള്ളതാ ദൈവത്തിന്റെ വചനം. സ്തോത്രം. ഇത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാൽവിരൽ അനക്കാൻ തുടങ്ങി. സ്തോത്രം. അല്പം കഴിഞ്ഞപ്പോൾ കാലുകൾ അനക്കാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം. തനിയേ ബെഡിലേക്ക് സൈഡ് കൊണ്ട് എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. എഴുന്നേറ്റു, നടക്കാൻ തുടങ്ങി. ഇതെല്ലാം 10-20 മിനിറ്റിനകം നടന്നു. മനുഷ്യകരം തൊട്ടില്ല, വചനം തൊട്ടപ്പോ സംഭവിച്ച കാര്യം ഞാൻ പറയുന്നേ. ഇന്ന് രാത്രി കേൾക്കുന്ന വചനം ഇതിലെ കൂടെ കയറി ഇപ്പുറത്തിറങ്ങിപ്പോകാനല്ല. ഇന്ന് രാത്രി കേൾക്കുന്ന വചനം ഇവിടെ ഇരിക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്തുള്ള വിഷയത്തിന് വിടുതലുണ്ടാകും. യെസ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. നിന്റെ വഴി നിരപ്പാക്കുന്ന വചനം ഇന്ന് രാത്രി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരുമനപ്പെട്ട് സ്തോത്രം ചെയ്യാമോ? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി അപ്പാ, ആ വചനം എന്നിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ തലമുറയിൽ, ഞാൻ ഭാരപ്പെടുന്ന ഓരോ വിഷയത്തിലും അത് വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്തെന്ന് സ്തുതിക്കാമോ?
Praise the Lord. എഴുന്നേറ്റ് തുള്ളിച്ചാടുക. ദൈവത്തിന്റെ വിടുതൽ നടന്നു. സഹോദരങ്ങളെ, നീ കിടപ്പിൽ കിടക്കണമെന്ന് പിശാച് വിധി എഴുതും. നീ എഴുന്നേറ്റ് ആരാധിക്കണമെന്ന് ദൈവവചനം പറയും. സ്തോത്രം. നിന്നെ ഒതുക്കി ഒരു സ്ഥലത്ത് മൂടണമെന്ന് പിശാച് പറയും. നിന്നെ ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷിയാക്കി നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. റബായ അത്തൽ കമറ ദുഡഹത്തലമാന ഹത്തല ചുടത്തരെ ഹത്തരാബബ ഓ സുഡിരി ബലബ ഹത്തലരുടയാരഗദനബ ഹംദേര ബലഗ ചുടദല ഹത്തൽ ഖേരാദാന തേരാദാലഗ ധൂരേമ നരദേ അദരബബ ബബ. ഏഴ് മാസം കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി 2 ആഴ്ചക്കകം നിന്റെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ പോവുക. എന്താ കാര്യം? പ്ലാസന്റ താഴെ പോയി. എന്നെ വിളിച്ചു, പശങ്ങളെ വലിയ പ്രതിസന്ധിയിലായിരിക്കുക, ശ്രദ്ധിച്ച് കേക്ക്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ആൻസി എന്തിനാ നീ പേടിക്കുന്നേ? പ്രാർത്ഥിച്ചുണ്ടായ സന്തതിയാ. പ്രീമച്ചറാകുമെന്ന് ഡോക്ടർ പറയുന്നു. സർജറി ചെയ്തെടുക്കണമെന്ന് ഡോക്ടർ പറയുന്നു. ഞാൻ വചനത്തെ കയറി പിടിച്ചു. കോടതിയിൽ അഡ്വക്കേറ്റ് വാദിക്കുന്നത് ബുദ്ധി കൊണ്ടല്ല, നിയമം കൊണ്ടാ. ദൈവത്തിന്റെ കോടതിയിൽ നിനക്കെതിരായി പിശാച് നിന്നാൽ യഹോവയുടെ തിരുവെടുത്ത് നിനക്ക് ആധാരമായിട്ടുണ്ട്. In Jesus' name. ഒക്ടോബർ മാസം 5-ാം തീയതി സ്തോത്രം രാവിലെ പ്രാർത്ഥിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അമേ ഉദരത്തിലുള്ള ശമൂവേലേ, നീ പൂർവ്വ സ്ഥലത്തേക്ക് മടങ്ങിപ്പോ. ഹലോ, can you believe in the word of God tonight? ഓ, ഷാജി പാസ്റ്റർ ചുമ്മാ നിന്ന് തട്ടുവായത്. വായിക്ക് കുര്യൻ പാസ്റ്റർ, ഏത് ഡേറ്റ് ആയത്? എന്തോ വായിര Pastor, miracle God did for me again. Placenta came up 6 centimeters. So doctor very happy. ഹലോ, 6 സെന്റിമീറ്റർ പ്ലാസന്റ തിരിച്ചു കയറിയെന്ന് വചനം പറഞ്ഞാൽ നടക്കാത്തത് നടക്കും. മൂവാകാത്തത് മൂവാകും. എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് എടുക്കും. നടക്കത്തില്ലെന്ന് പറയുന്നത് നടക്കും. ഓ റബ, in the mighty name of Jesus. Oh rabashi, oh loving Jesus, let the power of the Holy Spirit, oh hallelujah. പണ്ടൊരിക്കൽ ഒരു അമ്മച്ചി സാക്ഷി പറഞ്ഞു, പണ്ട് എനിക്ക് ഒത്തിരി ദൈവങ്ങളുണ്ടായിരുന്നു, കാശിന് കൊള്ളുകയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒറ്റ ദൈവമുള്ളൂ, എല്ലാത്തിനും മതിയായവൻ. ഹലോ, എല്ലാത്തിനും മതിയായൊരു ദൈവം, എല്ലാത്തിനും മതിയായൊരു ദൈവം. വചനത്താൽ എന്നുള്ളം നിറയ്ക്കണമേ, സംശയങ്ങൾ എല്ലാം മാറ്റേണമേ. വചനത്താൽ എന്നുള്ളം നിറയ്ക്കണമേ, സംശയങ്ങൾ എല്ലാം മാറ്റേണമേ. കഴുകണേ യേശുവേ തിരുരക്തത്താ, നിർമ്മലമാക്കണേ നിന്നിണത്താ. കഴുകണേ
സ്ക്രീനിൽ. തത്താ നിർമ്മലമാക്കണേ നിന്നിണത്താൽ, വചനത്താലിനുള്ള നിറയ്ക്കേണമേ. സംശയങ്ങൾ എല്ലാം മാറ്റേണമേ അപ്പാ, വചനത്താലിനുള്ള നിറയ്ക്കേണമേ. മാറ്റേണമേ, കഴുകണേ യേശുവേ തിരുരക്തത്താ, നിർമ്മലമാക്കണേ നിന്നിണത്താൽ. ഒരിക്കൽ കൂടെ, കഴുകണേ യേശുവേ തിരുരക്തത്താ, നിർമ്മലമാക്കണേ നിന്നിണത്താൽ. ശത്രുവിൻ കൺകളിൽ ഞാൻ അകപ്പെടാതെ, അഗ്നിമതിലിനുള്ളിൽ മറയ്ക്കേണമേ. അകപ്പെടാതെ അഗ്നിമതിലിനുള്ളിൽ മറയ്ക്കേണമേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കേണമേ. യെസ് ലോർഡ്. ദൈവത്തിൻ നാവായി ഞാൻ നിന്നിടുവാ, അഭിഷേകത്താൽ എന്നെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 29-ാം വാക്യം. ബുക്ക് ഓഫ് ജെറമ്യാ ചാപ്റ്റർ 23 verse 29. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന യഹോവയുടെ അരുളപ്പാട്. മതി. സ്തോത്രം. പണ്ട് കോഴഞ്ചേരിയിലുള്ള ഒരു മനുഷ്യനോട് ഒരാൾ ചെന്ന് സുവിശേഷം പറയുമ്പോൾ കൊരിന്തി ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചിടാ, കൊരിന്തിർക്ക് എഴുതിയ ലേഖനം കോഴഞ്ചേരിക്കാരൻ എന്നാണ് കാര്യം? സ്തോത്രം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇത് ദൈവത്തിൻ്റെ തിരുവെഴുത്താണ് എന്ന് ഉള്ളിൽ ബോധ്യമുള്ളവർക്ക് മാത്രമേ ഈ ഭാഷ മനസ്സിലാകത്തുള്ളൂ. വീണ്ടും ജനനം പ്രാപിക്കാത്ത ആളിന് ഇത് വായിച്ചാൽ ഒന്നും പിടികിട്ടത്തില്ല. മരിച്ച കുഞ്ഞ് കരയാറില്ല, ജീവനുള്ള കുഞ്ഞിന് ചലനമുണ്ട്. പുതിയ സൃഷ്ടി അത്രേ കാര്യം. സ്തോത്രം. ജീവനുള്ള ദൈവവചനത്താൽ വീണ്ടും ജനിച്ച ഒരു ദൈവവേദന്റെ ഉള്ളിൽ രക്ഷയ്ക്കായി വളരാൻ ഓരോ ദിവസവും മായമില്ലാത്ത പാല് കുടിച്ചേ പറ്റത്തുള്ളൂ. ഈ വചനം വളർച്ചയ്ക്കുള്ള മായമില്ലാത്ത പാലാണ്. സ്തോത്രം. ഇത് വചനം കണ്ണാടിയാണ്. ഡെയിലി നോക്കി സ്കാൻ ചെയ്ത് പരിശോധിച്ച് പോകാനുള്ളതാണ്. അപ്പൊ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് 3 കാര്യം അറിഞ്ഞിരിക്കണം. കുറിച്ച് വെച്ചു. തിരുവെഴുത്ത് പഠിക്കുന്നതിന് മുമ്പ് 3 കാര്യം അറിഞ്ഞിരിക്കണം. 1, 119 സങ്കീർത്തനം 18 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് സാംസ് 119 വേഴ്സ് 18, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണ് തുറക്കണമേ. ഒരുമിച്ച് വായിച്ചാട്ടെ. അപ്പൊ ന്യായപ്രമാണത്തിനകത്ത് എന്തുണ്ട്? പൊട്ടക്കണ്ണിന്റെ മുമ്പിൽ കളർ TV വെച്ചാൽ അവനൊന്നും പിടികിട്ടത്തില്ല. ഇതുപോലെ കണ്ണ് തുറക്കാത്തിടത്തോളം കാര്യം ഒന്നും മനസ്സിലാകത്തില്ല. ഈ പുസ്തകത്തിനകത്ത് മുഴുവൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. അത്ഭുതങ്ങളുടെ കലവറയാണ്. ഒരിക്കൽ ഒരു അമ്മച്ചിയോട് ആമേൻ ഒരു വൈദികൻ പറഞ്ഞെന്നാ കേട്ടിട്ടുള്ളത്, അമ്മച്ചി ഉറക്കെ അല്ലേലിയ പറയാതിരിക്കെങ്കിൽ ഒരു ചെരുപ്പ് മേടിച്ചു തരാം. അമ്മച്ചി പള്ളിയിലിരുന്ന് ഇങ്ങനെ യോജനമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അമ്മച്ചിക്ക് വീർപ്പ് മുട്ടിയിട്ട് പറഞ്ഞു, ചെരുപ്പ് കിട്ടിയില്ലേലും അല്ലേലിയാന്ന്. അപ്പോ ഇത് അടിച്ചമർത്താൻ പറ്റുന്ന ഒരു കാര്യം അല്ല. പിറ്റേ ആഴ്ച പറഞ്ഞു, അമ്മച്ചി ഈ വെള്ളപ്പൊക്കം ഈ മിസ്രൈമ്യരെ ദൈവം തമ്പുരാൻ മുക്കിക്കൊന്നെന്നൊക്കെ പറയുന്ന കാര്യം, അമ്മച്ചി അതെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ മുട്ടപ്പം വെള്ളമേ ഉള്ള അമ്മച്ചി, ബാക്കിയൊന്നും വിശ്വസിക്കേണ്ട. അപ്പൊ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞെന്നാ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത്.
സ്തോത്രം. അപ്പം മുട്ടപ്പം വെള്ളത്തിലുള്ള ആ കപ്പാസിറ്റി ആണേലും അവരെ മുക്കിക്കൊണ്ട ദൈവം എത്ര വലിയവനാണ്. എന്റെ സഹോദരങ്ങളെ, എവിടിട്ടൊതുക്കാൻ നോക്കിയാലും അകത്ത് കണ്ണ് തുറന്നവനെ ഒതുക്കാൻ പറ്റില്ല. ആമേൻ. ക്രിസ്റ്റലിന് ഒരു കോർണറല്ല, എല്ലായിടും കോർണറാ. അകത്ത് കാഴ്ചപ്പാട് കിട്ടിയവൻ എതിലേക്കൂടെ പോയാലും ആത്മാവിൽ സ്പാർക്ക് ചെയ്യും. ഇന്ന് രാത്രി വചനം അകത്ത് കയറുന്നതിന്റെ കാര്യം എന്താ? ഇത് കേൾക്കുമ്പോൾ സ്തുതിയും സ്തോത്രം വരുന്ന എന്താണെന്നറിയാമോ? എല്ലാവർക്കും ഈ നെറ്റ്വർക്കിനകത്ത് കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഈ ടവറുമായി എല്ലാവർക്കും ബന്ധമുണ്ടെന്നുള്ളതാണ്. ഈ സ്വർഗീയ കേന്ദ്രവുമായിട്ട് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഒരു നെറ്റ്വർക്ക് ഉണ്ട്. സ്തോത്രം ചെയ്താട്ടെ. ഇത് ആത്മാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അകത്ത് കത്തുന്നതിന്റെ കാരണം ഇവരെല്ലാം ദൈവാത്മാവിന്റെ സ്വത്താണെന്നുള്ളതാണ്. സന്തോഷത്തോടെ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ ആമേൻ, ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതം, ഇതിനെ ആമേൻ സ്പർജൻ പറഞ്ഞിരിക്കുന്നത്, പ്രസംഗങ്ങളുടെ പ്രഭുവായ സ്പർജൻ, അദ്ദേഹത്തിന്റെ 36,000 പേജസ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഹോൾ കമന്ററീസ്. സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ ഒരു എൻസൈക്ലോപീഡിയ. 2200 കൊട്ടേഷൻസ് ഫ്രം ദ റൈറ്റിംഗ്സ് ഓഫ് ചാൾസ് എച്ച് സ്പർജൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് ഞാൻ അമേരിക്കൻ ബേക്കർ പബ്ലിഷിംഗ് കമ്പനിയിൽ നിന്ന് കോപ്പിറൈറ്റ് മേടിച്ചിട്ട് ഇന്ത്യൻ എഡിഷൻ, ഞാനന്ന് 3500 കൊടുത്തൊരു ബുക്ക് മേടിച്ചത്. സ്തോത്രം. അതിൻ്റെ ബുക്ക് ഞാൻ ഇന്ത്യൻ എഡിഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മലയാളത്തിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എനിക്ക് ശരീരത്തിന് ക്ലേശം കാരണം കൊണ്ടുവന്നില്ല. സ്തോത്രം. ഇന്ന് ദൈവം അയക്കുമ്പോൾ കൊണ്ടുതരാം. ഫ്രീ ആയിട്ടല്ല, പൈസ കൊടുക്കണം. ചുരുക്കം പൈസയുള്ളൂ, 500 രൂപയുള്ള ബുക്കിന്. സ്തോത്രം. 750 രൂപയ്ക്ക് താഴെയുള്ളൂ. ഓക്കെ. അതിനകത്ത് 2200 പരം പ്രസംഗങ്ങളുടെ ഉദ്ധരണികളുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാരണം, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 66 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് കുറ്റിയെ കെട്ടിയിരിക്കുന്ന സിംഹമാണ്. ഒന്നിനെ അഴിച്ചുവിട്ടാൽ തീർന്നു. ഹലോ, സ്തോത്രം, 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 ഹല്ലേലൂയ, സ്തോത്രം. വോൾട്ടയർ പറഞ്ഞു, എൻ്റെ ജീവകാലത്ത് ഒറ്റ വേദപുസ്തകവും ശേഷിക്കാതെ ഭൂമിയിൽ നിന്ന് ഞാൻ മുഴുവൻ നീക്കം ചെയ്യും. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരീശ്വരവാദത്തിൻ്റെ പ്രിന്റിംഗ് പ്രസ് അടങ്ങുന്ന മുഴുവൻ സ്ഥല സമുച്ചയങ്ങൾ മുഴുവൻ ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് മേടിച്ചു. മില്യൺസ് ഓഫ് ബൈബിൾ പ്രിന്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമായി അത് മാറ്റി. നമ്മളോട് എതിർത്തിട്ട് കാര്യമില്ല, പുസ്തകത്തോട് എതിർത്തിട്ട് കാര്യമില്ല, പരിശുദ്ധാത്മാവിനെ എതിർത്തിട്ട് കാര്യമില്ല. കാലഘട്ടങ്ങൾ ദൈവവചനത്തിന്റെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ഏത് ഭരണകൂടം എഴുന്നേറ്റിട്ടുണ്ടോ അതെല്ലാം പൊളിഞ്ഞ് ശിഥിലമായി പോയിട്ടുണ്ട്, പൊളിഞ്ഞ് ശിഥിലമായി പോയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ വചനമായി പോകാൻ പറ്റില്ലായിരുന്നു. ആമേൻ. ഡോക്ടർ കുര്യൻ എന്ന് പറയുന്ന ഒരാള് എനിക്ക് 30 വർഷത്തിന് മുമ്പ് എനിക്കൊരു കത്ത് എഴുതിയിട്ട് പറഞ്ഞു, ആമേൻ പാസ്റ്റർ ഷാജി, ആമേൻ ഇപ്പോൾ മിഷണറിമാർ ധാരാളം റഷ്യയിലുമൊക്കെ പോകുകയാണ്. കാരണം എന്താ? ചിലതിനെ ദൈവം മുറിച്ച് കഷണങ്ങളാക്കി കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് സുവിശേഷകരെത്താനുള്ള ഓപ്പണിംഗ് ആക്കി മാറ്റി. ഇന്ന് രാത്രിയിലും ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, എവിടെ പ്രതികൂലമുണ്ടോ അവിടെ ഒരു മഹാദൗത്യത്തിന് പരിശുദ്ധാത്മാവ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. നിന്റെ ഒഫീഷ്യൽ സ്ഥാനത്താണോ, നിന്റെ ഗ്രഹത്തിലാണോ, നിന്റെ ഓഫീസിലാണോ, നിന്റെ വിശ്വാസത്തിനെതിരെയാണോ പോര് വരുന്നത്, നീ തയ്യാറായിക്കൊള്ളുക. ഒരാത്മാവിന്റെ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിന്റെ ശക്തിയാൽ നിങ്ങളെ ശക്തീകരിക്കുകയാണ്. കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കണ്ണു തുറക്കുക, കണ്ണു തുറക്കുക. അതിനെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഒരു പ്രഭാഷകൻ വിളിച്ചു പറഞ്ഞു, ദൈവമക്കളെ, വേദപുസ്തകത്തിൽ ബാംഗ്ലൂരിന്റെ പേര് വരെ ഉണ്ട്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. അപ്പൊ അതിനകത്ത് വാക്യം ഏതാണെന്ന് അറിയാൻ വേണ്ടി അവർ ചോദിച്ചപ്പോ പറഞ്ഞു, പ്രിന്റഡ് ഇൻ ബാംഗ്ലൂർ. അതല്ല തീവെഴുത്ത്. സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ അന്നവസ്ത്രാദി നന്മകള് എന്നുള്ള പാട്ട് പാടിയപ്പോൾ ഒരു കുസൃതി ചെറുക്കൻ ചോദിച്ചു, അപ്പച്ചാ ഈ അന്നവസ്ത്രാദി നന്മ എന്ന് പറഞ്ഞാൽ എന്തോ? അപ്പൊ അടുത്ത് ചെവി പിടിച്ചിട്ട് എന്റെ പൊന്നും കൂടത്തിനറിയാതെ അങ്ങേല് അന്നമ്മയുടെ ചട്ടയും കൊണ്ടുപോവാ. ഹെർമനൂട്ടിക്സ് പഠിക്കണം, വ്യാഖ്യാന ശാസ്ത്രം. എങ്ങനെയാ ദൈവവചനം വ്യാഖ്യാനിക്കേണ്ടത്? ചുമ്മാതെ വായി വരുന്ന പറയുന്നതല്ല തിരുവഴുത്ത്. സ്തോത്രം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണമേ.
പ്രേയറാ, തിരുവെടുത്ത് മടിയിൽ വെച്ച് മുഴങ്കാലിരുന്ന് മക്കളെ പ്രാർത്ഥിക്കണം. കർത്താവേ, സ്പീക്ക് ടു മീ ലോർഡ്. മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവവചനം വായിച്ചു നോക്കിക്കേ, ഒരു 4-5 വാക്യത്തിന് അപ്പുറം പോകത്തില്ല. മടിയല്ല, അവിടെ നിർത്തും. ആത്മാവാഴങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകും. അവിടുന്ന് നിധി പോലുള്ളത് പ്രാപിച്ച് നീ വരുമ്പോൾ നിന്റെ നിരാശയുടെ കറുത്ത മുഖം അന്നേരം മാറും. അസ്തമിച്ചെടുത്ത് തോന്നുന്നിടത്ത് you can see the new sunrise. Amen. You can see the new blessed hope. Amen. All the destruction ന്റെ നടുവിലാണെങ്കിൽ you can see the exaltation. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ പറ്റും? This is the power of the word of God. ദൈവവചനത്തിന്റെ ശക്തി അതാണ്. അപ്പൊ പ്രാർത്ഥനയോടെ ദൈവവചനം വായിക്കണം, കണ്ണു തുറക്കാൻ പ്രാർത്ഥിക്കണം. വചനത്തിന്റെ പ്രത്യേകത 19-ാം സങ്കീർത്തനത്തിലേക്ക് വേഗം വന്നാട്ടെ. സ്തോത്രം. 19-ാം സങ്കീർത്തനത്തിൽ ആമേൻ അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കുറിച്ചെടുക്കണം. ഞാൻ ഇച്ചിരി ശാന്തമായിട്ട് പോവുക. കാര്യം ഈ പെട്ടെന്ന് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പലതും ഉള്ളി കിട്ടാതെ വരും. എനിക്കറിയാം, ദഹിക്കാത്ത ദൂതുകളെല്ലാം ഛർദ്ദിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആയി പോകാൻ വേണ്ടി ഞാൻ ഇച്ചിരി ബ്രേക്ക് ഔട്ടിൽ പോവുക. വായിച്ചേ മക്കളെ ആരെങ്കിലും. യഹോവയുടെ ന്യായപ്രമാണം എന്താ? പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്, തികവുള്ളതാണ്. അത് ചെയ്യുന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. യെസ്, അത് പ്രാണനെ തണുപ്പിക്കും. അതാദ്യം ചെയ്യുന്ന എന്തുവാ? ആശ്വാസമാ, ആശ്വാസമാ. ഞാൻ ഒരിക്കൽ ജയഭാരത മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം ചിലർ ടെസ്റ്റ് മണി എഴുന്നിട്ട് മെൻ്റൽ പേഷ്യൻ്റ് ടെസ്റ്റ് മണി പറഞ്ഞു. അതിൽ ഒരാൾ പറഞ്ഞ്, പാസ്റ്റർ പ്രസംഗിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ തീരുന്നിടം വരെ ഞാൻ സുഖമായിട്ട് ഉറങ്ങും. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കാരണം എത്ര ഉറക്കക്കുളി കഴിച്ചാലും പുള്ളി ഉറങ്ങത്തില്ല, പക്ഷെ വചനം കേൾക്കുമ്പോൾ ഉറങ്ങും. ഇവിടെ പേഷ്യൻ്റ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉറക്കമില്ലാത്തവൻ എന്ത് ചെയ്യുന്നു? ഉറക്കം കിട്ടുന്നു. ഹലോ, സ്തോത്രം, 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 സ്തോത്രം. ഈ വചനം അതെ എന്ത് ചെയ്യുന്നു? പ്രാണനെ തണുപ്പിക്കുന്നു. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്? അത് ബിലീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. യെസ്, കണ്ടോ, മരമണ്ടനെ വിദ്വാനാക്കുന്നു. പുറപ്പാട് പുസ്തകം 31-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 5 വരെ മക്കളെ പെട്ടെന്ന് വായിക്കണം. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ഇന്ന് ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ സ്തോത്രം മാർക്ക് കുറവ് കാണുമ്പം പിള്ളേരെ തല്ലിക്കൊല്ലല്ലേ. സ്തോത്രം. പിള്ളേർക്ക് മാർക്ക് കുറയുമ്പോ അപ്പൻ 6 പാക്കും കൊണ്ട് വരാറുണ്ടോടാ മോനെ? പേടിക്കല്ലേ. നാട്ടിൽ പണ്ട് തുടുപ്പുണ്ടായിരുന്നു, ഇവിടെ അതൊന്നും ഇല്ലാത്തതിനാല് സ്തോത്രം. കൊച്ചുങ്ങളെല്ലാം ചെവി 2 ചെവിക്കകത്തും വിരലിട്ടെ. യാ 15 വയസ്സിന് താഴെയുള്ള എല്ലാ പിള്ളേരും പകുതി അടയ്ക്കും അവർ കേട്ടോ. ഞാൻ പറയുന്നില്ല, മാതാപിതാക്കളോട് പറയാനുള്ള, നിങ്ങൾ അവരെ ചെന്ന് ഇടിക്കും, വേണ്ട. അപ്പൊ അവരുടെ പ്രായത്തിൽ നമ്മൾ അത്രയൊന്നും മേടിച്ചില്ല. അതിന് വേറൊരു കാര്യം പോട്ടെ. ഇവിടെ ഇത്ര ഒത്തല്ലോ. വചനം എന്താ പറയുന്നത്? അല്പബുദ്ധിയെ മോനെ ഊരിക്കൂടാ, അമ്പത്തി പിടിച്ചോണ്ടിരിക്കുക. പണ്ടൊരു ദൈവദാസൻ സ്തോത്രം എല്ലാരും കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. അപ്പൊ ആരാധിച്ചുകൊണ്ടിരുന്നപ്പം അപ്പൊ ഒരുത്ത് കണ്ണിങ്ങനെ തുറന്നിരുന്നു. അപ്പൊ ആരാധന കഴിഞ്ഞപ്പം മാസ്റ്റർ പറഞ്ഞ് എല്ലാരും കണ്ണ് തുറക്കാൻ. അപ്പം മറ്റവന്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അടഞ്ഞു. റിയൽ സംഭവിച്ച കാര്യമാണ്. അപ്പൊ അവനിരുന്ന് കരയാൻ തുടങ്ങി. എന്തുവാ? എന്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിനക്കെന്താ കുഴപ്പം പറ്റിയേ? കുഴപ്പമൊന്നുമില്ല, കണ്ണ് തുറക്കാൻ വയ്യ. പറയടാ എന്താ കാര്യം? എല്ലാവരും കണ്ണ് തുറന്നിരിക്കാൻ അടച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ തുറന്നിങ്ങനെ നോക്കി ഓരോരുത്തർ എങ്ങനെ ആരാധിക്കുന്ന സ്റ്റൈല് കാണാൻ. പറഞ്ഞപ്പോൾ കുറച്ചു നേരം അടച്ചിച്ച് പിന്നെ തന്നെ അങ്ങ് തുറന്നോളും. സ്തോത്രം. അനുസരിക്കുന്ന യാഗത്തെക്കാളും സ്തോത്രം ശ്രദ്ധിക്കുന്ന മുട്ടാടുകളും ഏതസിനേക്കാളും നല്ലത്. അതുകൊണ്ട് ഒപ്പേ കേട്ടോ. എന്താ എഴുതിയിരിക്കുന്നത്? പുറപ്പാട് 31-ന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗം.
അപ്പൊ നമ്മൾ എന്താ സങ്കീർത്തനം 19 വായിച്ചത്? ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്ത് ചെയ്യുന്നു? അത് ആശ്വാസം തരുന്നതാണ്. മറ്റൊന്ന് എന്താ? അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അതിനൊരു എവിഡൻസ് തരുക. ഒത്തിരി എവിഡൻസ് ഉണ്ട്, നമുക്ക് റെഫറൻസ് ഒത്തിരി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് വായിച്ചു വിടുകയാണ്. ആ മോശയോട് ദൈവം അരുളി ചെയ്യുകയാണ്. എന്താണ്? ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ, എന്തോ ദൈവം പറയുന്നത്? ഞാന് യഹൂദാ ഗോത്രത്തിൽ, ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഹൂരിന്റെ മകൻ 1-ാം തലമുറ, പിന്നെ ഊരി 2-ാം തലമുറ, പിന്നെ 3 ബെസലേൽ 3-ാം തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മോശയോട് പറയുകയാണ്, ഹൂരിന്റെ 3-ാം തലമുറയായ ബെസലേലിനെ എന്ന് പറഞ്ഞാൽ വല്യപ്പച്ചനെ ഓർത്തിട്ട് കൊച്ചുമോനെ വിളിക്കുന്നെന്ന്. ഹലോ, പിടികിട്ടുന്നുണ്ടോ? ഇവിടെ വല്യപ്പച്ചന്മാരിപ്പോ ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. സ്തോത്രം. അവരുടെ കണ്ണുനീർ സഭയ്ക്കും കുടുംബങ്ങൾക്കും തലമുറയ്ക്കും സമ്പത്ത. സ്തോത്ര 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 സ്തോത്രം. ആമേൻ. ദൈവം പറയുകയാണ്, ഞാൻ അവനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എന്തിനൊക്കെയാ മക്കളെ? അണ്ടർലൈൻ ഇടണം. വാക്യത്തിന്റെ മണ്ടയിലല്ല, തൊട്ട് താഴെ. എന്താ എഴുതിയിരിക്കുന്നേ? കൗശലപ്പണികളെ സങ്കൽപ്പിച്ച് ചെയ്യാൻ. ശ്രദ്ധിച്ചോണേ. അടുത്തത് പൊന്ന്, വെള്ളി, താമ്രം. അപ്പൊ എത്ര ഐറ്റമായി? എന്റെ ചോദ്യം, പൊന്നിന്റെ പണി ചെയ്യുന്ന ആൾ വെള്ളിയുടെ പണി ചെയ്യാറുണ്ടോ? ഇല്ല. വെള്ളിയുടെ പണി ചെയ്യുന്ന ആൾ താമ്രത്തിന്റെ പണി ചെയ്യാറുണ്ടോ? ഇല്ല. സ്തോത്രം 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 സ്തോത്രം. സഹോദരങ്ങൾ, ഇത് കോമഡി അല്ല. പണ്ട് സ്നേഹിതന്മാർ രണ്ടുപേരും ചോദിച്ചു, നമുക്ക് രണ്ടുപേർക്കും ഒരു ബിസിനസ് തുടങ്ങാം, അടുത്തടുത്ത് തുടങ്ങാം. അവൻ പറഞ്ഞു, ഞാൻ മെഡിക്കൽ സ്റ്റോർ തുടങ്ങാം. പുള്ളി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തൊട്ടുപുറത്ത് ലഡുവിൻ്റെ കടയും തുടങ്ങാം. കാര്യം എന്താ? നീ ലഡുവിൻ്റെ കട തുടങ്ങിയാൽ മെഡിക്കൽ സ്റ്റോർ മസ്റ്റായി ഇപ്പുറത്ത്. പിടികിട്ടിയവർക്ക് പിടികിട്ടി. അങ്ങനെയല്ല. പ്രൈസ്. അടുത്തെന്താ എഴുതിയിരിക്കുന്നത്? രത്നം വെട്ടിപ്പതിപ്പിക്കാൻ. ശ്രദ്ധിച്ചേ. അപ്പൊ 4-ാമത്തെ ഐറ്റമാണ് എന്ത്? രത്നം. പിന്നെ മരത്തിൽ കൊത്തുപണി. അത് കാർപ്പന്റർ പണിയാ. ഇവിടെ ഉണ്ടോ? യെസ്. കൊത്തുപണി ചെയ്യാനും. ഇരുമ്പ്, പിന്നെ പൊന്ന്, വെള്ളി, താമ്രം, രത്നം, മരം എന്നിവയിൽ കൊത്തുപണി ചെയ്യാനും. അടുത്തത് സകലവിധമായ ഓൾ ടൈപ്പ് ഓഫ് ഐറ്റം, എല്ലാ വിധത്തിലുള്ള ഐറ്റം ഉണ്ടാക്കാൻ. പണ്ടത്തെ കാലത്ത് മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ വിവരിക്കുക എന്ന് പറഞ്ഞ് പണ്ട് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ വഴിക്കിണൽ കുടിപ്പിച്ചു, ശൗചാലയങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞേച്ച് മുതലായവയെന്ന് എഴുതിയ മൊത്തം മാർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ചെയ്തു മൊത്തം അതിനകത്ത് വന്നെന്നാ. മനസ്സിലായോ? 2 എഴുതിച്ച് മുതലായവയെന്ന് പറഞ്ഞ് എഴുതരുത്, എന്നെ പിടിക്കരുത്, പിന്നെ കൊച്ചുങ്ങൾ പഠിച്ചോണേ. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? മുതലായ എല്ലാ പണിത്തരങ്ങളും ഉണ്ടാക്കുവാൻ. ഇനിയാ വായിക്കേണ്ടത് മക്കളെ. ഞാൻ അവനെ അതാ കാര്യം ദിവ്യാത്മാവിനാ. ഹലോ എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, മന്ദബുദ്ധി എന്ന് പറഞ്ഞ നിന്റെ കുഞ്ഞിനെ ശാസ്ത്രജനാക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റും. ഓട്ടിസം എന്ന് പറഞ്ഞതിനെയും മാനിച്ച് മഹത്വമാക്കാൻ ദൈവത്തിന് പറ്റും. ദിവ്യാത്മാവിനാൽ. അടുത്തത് ജ്ഞാനം, 2 ബുദ്ധി, 3 അറിവ്, സകലവിധ സാമർത്ഥ്യവും 4 സകലവിധ സാമർത്ഥ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഹലോ, 6 ടൈപ്പ് ഓഫ് സ്കിൽ. ഇവൻ ഇതിന്റെ ABCD അറിയത്തില്ല. തമ്പുരാൻ പറയുകയാണ്, പെർഫെക്റ്റായി ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങിയവനേക്കാൾ വൃത്തിയായിട്ട് ചെയ്യാൻ ഞാൻ സ്വർഗത്തിൽ നിന്നൊരു പാക്കേജ് ഇവന്റെ തലയിലോട്ട് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുവാന്ന്.
ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് മുട്ടയിലിരിക്കുന്നവന്റെ മേൽ ദൈവം പകർന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നീ ഓഫീസിൽ നീ ശോഭിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നീ പ്രാപിച്ച ദൈവകൃപയ്ക്കകത്ത് വെളിപ്പെടുന്ന ജ്ഞാനമാണ്. ഓ ഹല്ലേലൂയ. ആമേ. ഹൈ പോസ്റ്റിൽ പലയിടത്തും കയറി ഷൈൻ ചെയ്യുവാൻ ഇടയാകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്ഞാനം നിന്റെ തലയിൽ അധിവസിക്കുന്നു. ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ ചെയ്യരുത്, ഇന്ന കോൺഫറൻസിന് പോകണം, ഇന്നതിന് നീ പോകരുത്, ഇന്നതിന് നീ വൃത്തിയായി ചെയ്തു കൊള്ളുക. അർദ്ധരാത്രിയിൽ നിന്റെ അന്തരംഗം ആത്മാവ് ഉപദേശിക്കുകയാ. അത് മറ്റൊന്നുമല്ല, the power of the Holy Spirit, power of the Holy Spirit, power of the Holy Spirit, power of the Holy Spirit. ഇന്ന് രാത്രി ഞാൻ വളരെ ഭയത്തോടും താഴ്മയോടും പറയാം, നീ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്. ഇത്ര വരെ ദൈവത്തിന് ചെയ്യാൻ പറ്റുമെന്ന് പറയരുത്. He can do more than you think. He can do more you are thinking. Amen. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് ലിമിറ്റ് വെക്കാതെ പറ, ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്നലകളിൽ ദൈവത്തെ ലിമിറ്റ് വെച്ചതിന് സോറി പറ, ക്ഷമ ചോദിക്ക്, മാപ്പ് ചോദിക്ക്. ഇന്ന് രാത്രി നീ പറ, ഞാൻ മണ്ടനാ, പക്ഷെ എന്റെ ദൈവം സർവജ്ഞാനിയാണ്. എന്തുകൊണ്ട് ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചു? അത് പറയാതെ പോകാൻ പറ്റത്തില്ല. ഉള്ളത് വൃത്തിയായിട്ട് കഴിക്കാം. തിരുവെടുത്ത് നിങ്ങളുടെ അകത്ത് പതിഞ്ഞു കിടക്കണം. നാളെ ഒരാളോട് പങ്കുവെക്കുമ്പോൾ വൃത്തിയായിട്ട് പങ്കുവെക്കണം. സ്തോത്രം. ഒരാഴ്ച ബൈബിൾ ക്ലാസ് വെച്ചിരുന്ന എല്ലാം ഞാൻ ഇച്ചിരി പങ്കുവെച്ചേനെ. സ്തോത്രം. വരട്ടെ. എന്താ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ പറയാൻ കാര്യം, ഒരിക്കൽ ദൈവപുരുഷനായ മോശ യോശുവയോട് പറഞ്ഞു, ആളിനെയും കൂട്ടി അമാലേക്യരോട് യുദ്ധത്തിന് വയ്ക്കോ. ഞാൻ ദൈവത്തിന്റെ വടിയും പിടിച്ച് കുന്നിന്റെ മുകളിൽ നിൽക്കും. എൻ്റെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴുമ്പോൾ ഇസ്രായേൽ തോക്കും. മോശ പെട്ടെന്നൊരു വിജയം പ്രതീക്ഷിച്ചു, പക്ഷെ യുദ്ധം നീണ്ടുപോയി. ചില സമയത്ത് നമ്മൾ അങ്ങനെ, നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് കാര്യം നീണ്ടുപോകുമ്പോൾ ശുശ്രൂഷകർ തളരും. പുള്ളി ഇറങ്ങിയാൽ എനിക്ക് കയറായിരുന്നു എന്നല്ല ഹൂര് പറഞ്ഞത്. മോശയുടെ കൈ താണാൽ അത് മോശയുടെ പരാജയമല്ല. The whole Israel will affect whole Israel. അതുകൊണ്ട് ഓടി ഒരു കല്ലെടുത്ത് ഹൂര് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അഹരോനും ഹൂരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കൈത്താങ്ങൽ കൊടുത്തു. രാത്രി ഞാൻ പറയാം, പാസ്റ്റർ കുര്യനോടൊപ്പം മീഡിയ വർക്കിലാകട്ടെ, കൊയറിലാകട്ടെ, പ്രാർത്ഥനയിലാകട്ടെ, ഫിനാൻഷ്യൽ സപ്പോർട്ടിലാകട്ടെ, ഫിസിക്കൽ സപ്പോർട്ടിലാകട്ടെ, കർത്താവിന്റെ വേലയെ സ്നേഹിച്ചൊരു വാക്കുകൊണ്ടെങ്കിലും കൈത്താങ്ങൽ ചെയ്യുന്നവന്റെ തലമുറയ്ക്ക് എണ്ണി തിരിച്ചു കൊടുക്കുന്നവനാ എന്റെ ദൈവം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ സ്തോത്രം ചെയ്യണം, നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ദൈവത്തിന്റെ കയ്യിൽ കറക്റ്റ് കണക്കുണ്ട്. ദൈവമക്കളെ, കറക്റ്റ് കണക്കുണ്ട്. ദൈവത്തിന് കറക്റ്റ് കണക്കുണ്ട്. ദൈവം തന്നാൽ ക്രമിക്കത്തില്ല. ദൈവം തന്നാൽ ക്രമിക്കത്തില്ല. ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ 6 ദിവസം പറക്കിയാൽ മതി. പക്ഷെ ആദ്യത്തെ മന്നയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 12 മണിക്കൂറേ ഉള്ളൂ വാറണ്ടി. നേരം വെളുത്താൽ ക്രമിച്ചു പോകും. പക്ഷെ 6ാമത്തെ ദിവസം പെയ്യുന്ന മന്നായ്ക്ക് 24 മണിക്കൂർ വാറണ്ടിയാ. കാരണം നാളെ സഭായം ഉള്ളത് കൊണ്ട് രാവിലെ ജോലി ചെയ്യണ്ട. ഞാൻ ഇവിടുത്തെ സിസ്റ്റം അല്ലേ പറഞ്ഞേ, ഐ എം സോറി. പക്ഷേ ആ മന്ന 7ാം ദിവസം പറക്കാനുള്ളതിനൂടെ ചേർത്ത് ഗ്യാരണ്ടി ആയിട്ടിടും. ചോദ്യം, ഫ്രിഡ്ജ് ഉണ്ടോ അവിടെ? നിനക്ക് ഫെസിലിറ്റി ഇല്ലേലും നിന്റെ നന്മ ദൈവം സൂക്ഷിക്കും. നിനക്കൊരു സംവിധാനമില്ലെങ്കിലും എന്റെ ദൈവം സൂക്ഷിക്കും. സാരെഫാത്തിലെ വിധവയോട് ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞു, യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ
കലത്തിലെ മാവ് തീരത്തില്ല, ഭരണിയിലെണ്ണ കുറയത്തില്ല. എത്ര മാസങ്ങൾ നീണ്ടുപോയെന്ന് നമുക്കറിയത്തില്ല. ഒറ്റ ദിവസവും മാവ് പുളിച്ചില്ല. എന്റെ കുഞ്ഞെ, ദൈവം വർദ്ധിപ്പിച്ചാൽ അതിനകത്ത് ദൈവത്തിന്റെ കണ്ണ് കാണും. ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് വേണ്ടി വർദ്ധിപ്പിക്കേണ്ടടുത്ത് ദൈവം വർദ്ധിപ്പിക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാണ്. ഏറ്റെടുത്ത ആത്മാവിൽ സന്തോഷിക്കണം കേട്ടോ. ഹല്ലേലൂയ. If God going to multiply, nobody can touch it out. Oh hallelujah. If God planning to multiply, nobody can block it out. In the mighty name of Jesus, receive. ആ വചനം ഏറ്റെടുത്താട്ടെ. മൂന്നാമത്തെ മന്നയുണ്ട്. ആ മന്നയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ജനറേഷൻ ടു ജനറേഷൻ പ്രിസർവ് ചെയ്യുന്ന മന്ന. അഹരോന്റെ വടിയും നിയമപ്പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്ന കൽപ്പലകയോടൊപ്പം വയ്ക്കുന്ന പൊന്നുകൊണ്ടുപെടുന്ന മന്നായിട്ട് വെക്കാനുള്ള പൊൻപാത്രത്തിനകത്ത് തമ്പുരാൻ കൊടുത്ത മന്നയിൽ കുറച്ചെടുത്ത് വെച്ചോളാൻ പറഞ്ഞു. ഇത് ജനറേഷൻ ടു ജനറേഷൻ അവിടെ ഇരിക്കും. ഓ ഹല്ലേലൂയ. നിന്റെ ഡെയിലി ബ്രെഡ് മേളിൽ നിന്നൊന്ന് പറയാമോ? എന്നെ നടത്തുന്ന, എന്നെ വിളിച്ച ദൈവമാണെന്ന് പറയാമോ? അക്കരം ഉയർത്തി ഒന്ന് പറ. ഇന്ന് രാത്രിയിൽ ഒരു വഴിയില്ലാതെ നീ ഇറങ്ങുന്നെങ്കിൽ ആകാശത്തിന്റെ കിളിവാതിൽ അടയാതവന് 40 വർഷം മരുഭൂമിയിൽ ഇസ്രായേലിനെ ജയത്തോടെ നടത്തിയ എന്റെ ദൈവം നിന്നെ അന്നാടിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തവരെ 40 വർഷം മരുഭൂമിയിൽ ജയത്തോടെ നടത്തിയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ നിന്റെ അന്ത്യം വരെയും അന്ത്യം വരെ വാഴുതാതെ അവൻ അന്ത്യം വരെ വാഴുതാതെ അവേ തങ്ങിന പൊൻകരത്ത് ആഴലേറും അഴലേറും ജീവിത അഭിഷിക്തന്റെ തളർച്ച മനസ്സിലാക്കി തക്ക സമയത്ത് അറിഞ്ഞോടി വന്ന് പരാജയപ്പെടാതിരിക്കേണ്ടതിന് വിവേചനത്തോടെ നിന്ന ഊരിനെ ദൈവം മറന്നില്ല. ഞാൻ പറയാം, ദൈവത്തിന് വേണ്ടി നന്മ ചെയ്തവനെ, വേലയ്ക്ക് ചുമല് കൊടുത്തവന്റെ സന്തതിക്ക് വേണ്ടി ഒരു നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ചില്ലേലും ഓടിച്ചിട്ട് അനുഗ്രഹിച്ചിരിക്കും. ഞാൻ പറയാം, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഓ ജീസസ്, ജീസസ്, ജീസസ്. 10 പേരെ നിങ്ങളുടെ വണ്ടി കയറ്റിക്കൊണ്ടുവന്ന് എണ്ണ അടിച്ചോ? അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ട്, ദൈവം എഴുതിയിട്ടുണ്ടെന്നേ. സ്തോത്രം. ഫുഡ് കൊടുത്തു, എഴുതിയിട്ടുണ്ട്. ഒരാൾക്ക് കൈത്താങ്ങൽ ചെയ്തു, എഴുതിയിട്ടുണ്ട്. ഒരു മിഷൻ ഫീൽഡിൽ പൈസ അയച്ചോ, എഴുതിയിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരിക്കൽ ഓസ്ട്രേലിയക്ക് പോവുക. അതിൻ്റെ 2 ദിവസത്തിന് മുമ്പ് എനിക്ക് എമർജൻസി ആയിട്ടൊരു ഫണ്ട് ഒരാൾക്ക് കൊടുത്തിട്ട് പോകണം. എൻ്റെ പൈസ ഇല്ല. ഞാൻ വളരെ വിഷമിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുക. പിറ്റേന്ന് എനിക്ക് പോകണം. ഞാനിങ്ങനെ ഒരു മരണ വീട്ടിൽ നിൽക്കുമ്പോൾ കുവൈറ്റിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പേര് അരുൺ എന്നാണ്, അരുൺ, സ്തോത്രം. ഇന്ന് അദ്ദേഹം UK പെട്ടെന്ന് എന്നെ വിളിച്ചു, പാസ്റ്റർ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഒരു മരണ വീട്ടിലാരുണ്ണേ. പാസ്റ്റർ, എനിക്ക് പെട്ടെന്ന് അക്കൗണ്ട് നമ്പർ ഒന്ന് അയച്ചു തരണം. ഞാൻ പറഞ്ഞു, എന്തിനാ?
ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ പാസ്റ്റർക്ക് 50,000 രൂപ അയക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞു. ഇതൊരു ഇൻസിഡൻ്റ് അല്ല, ഒരുപാട് ഇൻസിഡൻ്റ് ഉണ്ട് കേട്ടോ. സ്തോത്രം. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പോയി എയർപോർട്ടിൽ ചെന്ന് പെട്ടിയെടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് പോകാൻ, അന്ന് മോദിജി അവിടെ വരുന്ന സമയമായതുകൊണ്ട് പെട്ടെന്ന് പോകാൻ വേണ്ടി ടിക്കറ്റും പാസ്പോർട്ടും എടുത്ത് മേശപ്പുറത്ത് വെച്ചു. പക്ഷെ എടുക്കാൻ മറന്നുപോയി. 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വൈഫിനോട് പറഞ്ഞു പാസ്പോർട്ടും ടിക്കറ്റും എടുത്ത് നോക്കാൻ. പക്ഷെ അവൾ എന്നോട് പറഞ്ഞില്ല. സ്തോത്രം. എനിക്ക് പെർത്തിൽ കൺവെൻഷന് പ്രസംഗിക്കേണ്ട. അവിടെ ചെന്നു. ടിക്കറ്റിൻ്റെ പ്രൈസ് ഞാൻ പിറ്റേന്നത്തേക്ക് എനിക്ക് എടുക്കണം, 55,000 രൂപ. ഞാൻ കുഴഞ്ഞു. കർത്താവേ എന്ത് ചെയ്യും? അപ്പം എന്നോട് മോള് പറഞ്ഞു, ഡാഡി സാരമില്ല. ഞാൻ പറഞ്ഞു എല്ലാവരും പൊക്കും, ഇപ്പം സാന്ത്വനത്തിനൊന്നും ഇവിടെ സ്പേസ് ഇല്ല. ഞാനവിടെ പോച്ചപ്പുറത്ത് മാറിപ്പോയിരുന്നൊരു കാര്യം പറഞ്ഞു, കർത്താവേ അങ്ങറിയാതെയല്ലല്ലോ എനിക്ക് ഈ മണ്ടത്തരം പറ്റിയത്, കരുണ കാണിക്കണമേ. ഞാനിങ്ങനെ ഓൺലൈനിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ടിക്കറ്റ് 22,000 രൂപയ്ക്ക് അന്നേരം എടുത്തു. സ്തോത്രം. പ്രൈസ് ഗോഡ്. എയർപോർട്ടിൽ അവരെ കാണിച്ചപ്പം അവർ പറഞ്ഞു, ഒരിക്കലും ഇല്ല സാറേ, ഇതിനകത്ത് ലഗേജ് ഒന്നും കാണത്തില്ല. നോക്കിയപ്പോൾ 30 കിലോ ഉണ്ട്. പിറ്റേന്ന് ഞാൻ കയറിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് ഇട്ടു. അതാ ഞാൻ പറയാൻ വന്നത്. പക്ഷെ ഒത്തിരി നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ എമൗണ്ടെങ്കിലും അവിടെ പേരിൽ ഇടണമെന്ന്. അങ്ങനെ ഇടാൻ വെച്ചിരുന്നപ്പോഴാണ് പാസ്റ്റർ കഴിക്കാൻ ദൈവം പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ 1 മാസം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കുറച്ച് വർഷത്തെ ബെനിഫിറ്റ് എല്ലാം കൂടെ എക്സ്ട്രാ ആയിട്ട് കമ്പനി കൊടുത്തു. 50,000 പോയെടുത്ത് 5 ലക്ഷം രൂപ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇട്ടെന്ന്. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനിപ്പോൾ ആരാധ്യനില്ല. ഹല്ലേലൂയ. യെസ് ലോർഡ്. Worship you, Lord. Hallelujah. 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 Amen. ബുദ്ധിയില്ലെന്നും അറിവില്ലെന്നും എല്ലാത്തിനും തോറ്റുപോയി എന്നും പറയുന്ന മരമണ്ടരെന്ന് വിധി എഴുതിയ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും മാനിപ്പാൻ എൻ്റെ ദൈവശക്തനാണ്. നമ്മുടെ ചില ആഗ്രഹങ്ങളൊക്കെ ചില സമയത്ത് നടന്നില്ലെന്ന് വരും. എൻ്റെ 15-ാമത്തെ വയസ്സിൽ ഒരു ആഗ്രഹമായിരുന്നു ഹെൽത്ത് സെക്ടറിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കണമെന്ന്. അതിന് ദൈവത്തോട് കുണ്ഠിതം ഉണ്ടായിരുന്നു. സ്തോത്രം. പക്ഷേ എനിക്കും നിങ്ങളുടെ സഹോദരിമാരുടെ കൂട്ട് ഒരു വെള്ള ഏപ്രിനും ഒക്കെ ഇട്ട് എനിക്ക് ഒരു കൊച്ചു സന്തോഷമുണ്ട്. വെള്ള ഏപ്രിനിടുന്ന സഹോദരിമാരുടെ മുഖമെല്ലാം ഭയങ്കര സന്തോഷമുണ്ട്. ഐ അപ്രീഷിയേറ്റ്. പക്ഷേ വർഷങ്ങളൊത്തിരി കഴിഞ്ഞ് പ്രൊഫഷണൽ ആളുകളെ ക്രിസ്തീയ ശുശ്രൂഷയിലേക്ക് പരിശീലനം കൊടുക്കണമെന്ന് ദൈവം എന്നോട് പറഞ്ഞ് 5.5 വർഷം 32-ൽ പരം പ്രൊഫസേഴ്സിനെ എടുത്ത് ഞാൻ ക്ലാസ്സുകൾ, സെമിനാരി പ്രോഗ്രാം മുഴുവൻ 850-ൽ പരം എപ്പിസോഡുകൾ തനിയെ തയ്യാർ ചെയ്തു. മോർ ദാൻ 20,000 hours ഞാൻ അതിനായി സ്പെൻഡ് ചെയ്തു. 22 രാജ്യങ്ങളിലുള്ള ആളുകൾ ജോലിയോടൊപ്പം അവരുടെ സമയത്ത് അവരുടെ സൗകര്യം പോലെ ദൈവവചനം പഠിക്കുന്നു. ഈ മാർച്ച് 21-ാം തീയതി 11 രാജ്യത്തുള്ള 24 പേര് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ഗ്രാജുവേറ്റ് ചെയ്തു.
സ്തോത്രം. ഞാൻ പല ദിവസങ്ങളിൽ അത് നിങ്ങളോട് വിസ്തരിക്കാൻ പറയാൻ വന്നത്, അതോടൊപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഇനിയും പഠിക്കണമെന്ന്. ദുബായിൽ വന്ന് പ്രൈസ് ദി ലോർഡ്, ബുർജുമനിൽ സ്ട്രോങ് പോയിന്റ് എഡ്യൂക്കേഷനിൽ വന്ന് ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അമേരിക്കൻ എക്സാമും പാസ്സായി 91 മാർക്കോട്. 91% MCA എക്സാം പാസ്സായ ആളാണ് ഞാൻ. അമേരിക്കൻ മെഡിക്കൽ സർട്ടിഫിക്കേഷൻ അസോസിയേഷൻ്റെ സംശയം ഉണ്ടെങ്കിൽ ID കാർഡ് ഇരിപ്പുണ്ട്, എല്ലാവരും കാണിച്ചേക്കാം. ഈ പാസ്റ്റ് ഇത്രയും പടക്കം പറയുമെന്നൊന്നും ചിന്തിക്കണ്ട മക്കളെ. ഇത് യഹോവയുടെ സന്നിധിയാ, വായി വരുന്ന പറയാനുള്ളതല്ല, കറക്റ്റ് റെക്കോർഡാ മേടി. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ ബെന്നെ അത് കാണിച്ചില്ലേ, പറഞ്ഞത് മരമണ്ടൻ 10ാം ക്ലാസ് മാത്രം 1 മാർക്ക് കൂടെ എക്സ്ട്രാ മേടിച്ച് പാസ്സായെന്നേ ഉള്ളൂ ഞാൻ. ഞാൻ എല്ലോടും എൻ്റെ ജീവിതത്തിൽ എന്താണോ അത് പച്ചയ്ക്ക് പറയും. പിള്ളാരോട് 2 മുഖം കാണിക്കരുത്. നമ്മുടെ കർത്താവിനെ സ്ട്രെയിറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കണം. ഒരു ഡോൾ ഫേസ് കാണിക്കരുത്. ഒറിജിനൽ ആയിരിക്കുക, ഒറിജിനലായിട്ട് ജീവിച്ച് കാണിച്ചാൽ മതി. സ്തോത്രം 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 സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി കിട്ടും. നിന്റെ തലമുറ എങ്ങും എത്തത്തിൽ എന്ന് വിധി എഴുതിയിരിക്കുന്നവരുടെ നടുവിൽ എവിടെ എത്തിക്കണമെന്ന് ദൈവം തമ്പുരാനാ തീരുമാനിക്കുന്നത്. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ അടുക്ക വിളിച്ചിരുത്തി സ്തോത്രം ചെയ്ത് പറയണം. സ്തോത്രം 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 സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും കൃപയാൽ MBBS കഴിഞ്ഞവരാ. അപ്പം ഞാൻ അനാട്ടമി ഫിസിയോളജിയൊക്കെ എടുത്ത് ഇടയ്ക്കൊക്കെ നോക്കി, എനിക്കിഷ്ടമാണ്. ഇപ്പം മോളിടയ്ക്ക് വന്ന് ചുമ്മാ എന്തിനാ ഇതൊക്കെ എടുത്ത് നോക്കുന്നത്. അമേരിക്കൻ എക്സാം പാസ്സായി കഴിഞ്ഞപ്പോൾ ആങ്ങളയോട് പറഞ്ഞു, എടാ ഇനിയൊന്നും മിണ്ടണ്ട. പുള്ളി പറയുന്നതൊക്കെ നമ്മൾ അടയ്ക്കാൻ കേട്ടോ. കർത്താവിൻ്റെ മക്കളെ, നിന്നെ മാനിക്കേണ്ട സമയത്ത് ദൈവം മാനിക്കും. നിന്നെ ആദരിക്കേണ്ട സമയത്ത് ദൈവം ആദരിക്കും. നിന്റെ തല ഉയർത്തണമെന്ന് ദൈവം എപ്പോഴാഗ്രഹിക്കുമോ അന്ന് സകല ജനവും കാണുക യോശുവയെ ദൈവം വലിയവനാക്കി. 40 വർഷം മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവനെ, കൂടാരം വിട്ടു പിരിയാതിരുന്നവനെ, മോശ ഉപവസിച്ചപ്പോൾ കൂടെ ഇരുന്ന് ഉപവസിച്ചവനെ, ജനം മറന്നെങ്കിലും വില കൊടുത്തവന് ദൈവം ഓർത്തു. ശുശ്രൂഷയുടെ ഒരു കൈമാറ്റം വന്നപ്പോൾ അർഹതയുള്ളവൻ ആരെന്ന് ഇസ്രായേലിന്റെ നടുവിൽ വെച്ച് ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ സ്ഥാനത്തേക്ക് അവനെ അപ്പോയിന്റ് ചെയ്യണം. വില കൊടുക്കുന്നവരാരുണ്ട്, അവരുടെ മേലൊരു നിയോഗം വരും. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അടുത്തത് പെട്ടെന്ന് വായിച്ചാട്ടെ. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ എന്താ? കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ഞാൻ ഈ കണ്ണാടി വെച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കാണാൻ പാടാ, ഒന്നും വായിക്കാനും പാടാ. അപ്പൊ കണ്ണിന് പ്രകാശമില്ല, എല്ലാം പോയി. അപ്പൊ ദൈവത്തിന്റെ വചനം കാഴ്ചപ്പാട് തരും അല്ലേ? ആ കണ്ണ് തുറക്കുമോ? എന്നിട്ട് താഴെ എന്താ എഴുതിയിരിക്കുന്നത്? അവ തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അപ്പൊ ദൈവത്തിന്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയാണ്. തേനിന്റെ പ്രത്യേകത എന്താ? വചനം തേനാണെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പോരാ, തേൻകട്ടയേക്കാൾ മധുരമുള്ളതാണ്. തേൻകട്ടയ്ക്കകത്തുനിന്ന് തേൻ വരുന്നത്. സ്തോത്രം. അപ്പൊ തേൻ എന്ത് ചെയ്യുന്നു? 1 ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായം 27-ാം വാക്യം. ഒരിക്കൽ ശൗൽ ഒരു പ്രഖ്യാപനം നടത്തി. അത് യോനാഥാൻ അറിഞ്ഞില്ല. യുദ്ധം ജയിച്ച് തീരുന്നിടം വരെ ഒന്നും കഴിച്ചേക്കരുത്. യോനാഥാൻ കിട്ടിയോ? 1 സാമുവേൽ ചാപ്റ്റർ 14 വേഴ്സ് 27. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ അടിവാരം ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഒരു തേൻപാര കണ്ടു. ശ്രദ്ധിച്ച് കേൾക്കണേ വചനം. എന്താ നമ്മുടെ ടോപ്പിക്ക്? വചനത്തിന്റെ ശക്തി. ഉറക്കെ പറഞ്ഞേ, സ്തോത്രം. ഇവിടെ കാണുന്നത് എന്താണ്? അവൻ തേൻപാരയിലേക്ക് ഒരു കമ്പിന്റെ അറ്റം അങ്ങോട്ട് കുത്തിയിട്ട് കൊണ്ടുവന്ന് നാവിലോട്ട് വെച്ച്. എന്താ മക്കളെ അവിടെ എഴുതിയിരിക്കുന്നത്? ഒന്നുറക്കെ വായിരി.
കണ്ണ് തെളിഞ്ഞു. യെസ്, താങ്ക് യു. നോക്കിയേ, തേൻകട്ടയിൽ കുത്തി അതെടുത്ത് തൻ്റെ കൈ വായിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണ്. അപ്പൊ ഇവിടുത്തെ തേൻകട്ട അക്ഷരിക നാവിൽ വെച്ച് രുചിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തെ കണ്ണ് തുറന്നു. ദൈവത്തിന്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാ. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ അകത്തെ കണ്ണ് തുറക്കും. അകത്തെ കണ്ണ് തുറന്നാൽ മാത്രമേ സ്വർഗീയമായത് കാണാൻ പറ്റൂ, മഹത്വമുള്ളത് കാണാൻ പറ്റൂ, ദൈവികമായത് കാണാൻ പറ്റൂ. നിനക്കുള്ള ദൈവത്തിന്റെ നിക്ഷേപത്തിന്റെ ഭണ്ഡാരം കാണണമെന്നുണ്ടെങ്കിൽ, നിരാശ വരുമ്പോൾ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കണമെങ്കിൽ നിന്റെ അകത്തെ കണ്ണ് തുറക്കണം. സ്തോത്രം ചെയ്തില്ല? സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത് നിങ്ങൾ വായിക്കണം. 6-ാമത്തെ അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ, എലീശായെ പിടിക്കാൻ അരാം സൈന്യം വളയുകയാണ്. വളഞ്ഞു വരുമ്പോൾ ആമേൻ, ബാല്യക്കാരൻ എഴുന്നേറ്റ് പറയുകയാണ്, അയ്യോ യഹോവേ, അല്ലയോ യജമാനനെ, ഇതാ ശമര്യം മുഴുവൻ ആര് വളഞ്ഞിരിക്കുന്നു? 2 Kings chapter 6 verse 14 to 17 അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാ ചെയ്യും അങ്കലാപ്പിലായി. അവനോട് അയ്യോ യജമാനനെ നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? 16-ാം വാക്യം പറയുന്നു, അതിന് അവൻ, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. 2 പേരുടെയും കണ്ണ് തുറന്നിരിക്കുക. ഒരാടെ അകത്തെ കണ്ണ് തുറന്നിരിക്കുന്നു, ഒരാടെ പുറത്തെ കണ്ണ് തുറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. റബാന ദുഷസ്യ, രക്തത്താൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് എന്തെഴുതിയിരിക്കുകയാണ്? നമ്മോട് കൂടെയുള്ള അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. യെസ്. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണം. Listen to me carefully. ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ. അപ്പോൾ ഏലീശ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ എന്തോ സംഭവിച്ചു? യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ചോദ്യം, അക്ഷരികമായ കണ്ണ് തുറന്നിരിക്കുമല്ലായിരുന്നോ? എന്താ നമ്മൾ 119 സങ്കീർത്തനം 18-ാം വാക്യത്തിൽ വായിച്ച മക്കളെ? കാണേണ്ടതിന് തുറക്കണമേ. അപ്പം ആത്മ മനുഷ്യന്റെ കണ്ണ് തുറന്നാലേ ആത്മമണ്ഡലത്തിലുള്ളത് കാണാൻ പറ്റൂ. ഹലോ, സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ നേരത്തെ അയ്യം വിളിച്ചവൻ വിളിച്ചു പറയുന്നത് എന്താണ്? ആമേൻ, ആമേൻ. യഹോവ ബാല്യക്കാരനെ കണ്ണു തുറന്നു, ഏലീശയുടെ ചുറ്റും രക്തത്താൽ ജയം. അഗ്നിമയമായ രഥങ്ങളും അശ്വങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ദൈവത്തിന്റെ ആർമിയെ നീ കാണണം ഈ രാത്രിയിൽ. നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല പോരുകളും ഇന്ന് രാത്രിയിൽ അഴിഞ്ഞ് നിന്റെ അകത്ത് ആത്മധൈര്യത്തിന്റെ നിറവ് വരണമെങ്കിൽ നിന്റെ കണ്ണ് തുറന്നേ മതിയാവൂ. യെസ്, യെസ്, യെസ്. റബ ശഗന അബൽ പ്രമാ നഗദഗസി. ഓ ഹല്ലേലൂയ. We pray the mighty name of Jesus. Let the spiritual eye open tonight, everyone, to see the chaos of the heavenly army. Yes, do not afraid. Let us see the army of God. Huraba, Hambaraba, Hurabalaba, Sadalababa, Adal Gabarabadini. In the mighty name of Jesus. കുറെ വർഷങ്ങൾക്ക് മുമ്പ് റാന്നിയിൽ ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷയും കഴിഞ്ഞ് എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ജെയ്സൺ തോമസ് എൻ്റെ വണ്ടിയുടെ പുറകിൽ ഇരിപ്പുണ്ട്. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ കോന്നിക്കടുക്കാറായപ്പോൾ ഞാനിങ്ങനെ കണ്ണു തുറന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആത്മാവിൽ ഞാനൊരു ദർശനം കാണുകയാണ്. ദർശനം ഇതാണ്. മനോരമ പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ഞാൻ കാണുകയാണ്, പ്രവാചകിയായ ഭാര്യയെ ഭർത്താവായ സുവിശേഷകൻ വെട്ടിക്കൊന്നതിന് അറസ്റ്റിൽ. സ്തോത്രം. എന്നെ ദൈവം വീട് കാണിച്ചു. സ്തോത്രം. ഞാൻ വണ്ടി നിർത്തി. ഞാൻ പറഞ്ഞു, ജെയ്സനെ, ഞാനിതാ നാളെ രാവിലെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ വരാൻ പോകുന്ന ഒരു പത്രവാർത്ത കാണുന്നു. പ്രവാചകിയായ ഭാര്യയെ സുവിശേഷകനായ ഭർത്താവ് വെട്ടിക്കൊന്നതിന് അറസ്റ്റിൽ.
സ്തോത്രം. ഞാൻ പറഞ്ഞ മക്കളെ, നമുക്ക് ആ വീട്ടിൽ ചെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അവിടെ ചെന്നു, കോളിംഗ് ബെല്ലടിച്ചു. ആ പ്രിയപ്പെട്ടവൻ ഡോറ് തുറന്നിറങ്ങി. ഞാൻ പറഞ്ഞു, പ്രവാചകിയായ ഭാര്യയെ സുവിശേഷകനായ ഭർത്താവ് വെട്ടിക്കൊന്നതിന് അറസ്റ്റിൽ നാളെ രാവിലെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ വരാൻ പോവുകയാ. അദ്ദേഹം സോഫാ സെറ്റിയുടെ കീഴിൽ നിന്ന് തേച്ചു വെച്ചിരിക്കുന്ന വാക്കത്തി എടുത്തിട്ട് പറഞ്ഞു, അവൾ വരാത്ത താമസം ഞാൻ അവളെ കൊല്ലും. റബാലരകശസി. അകത്തെ കണ്ണ് തുറന്നാൽ ശത്രു എവിടെ കരുതി വച്ചിരിക്കുന്ന വാളും ആത്മാവിൽ വെളിപ്പെടും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി നിനക്കെതിരെ ശത്രു എവിടെ കവാടകോരിയാലും കുടുംബജീവിതത്തെ ഉലച്ചു കളയുവാൻ ഇന്ന് രാത്രി പൊരുതുന്ന ചില ശക്തികൾ ഈ രാത്രി അഴിഞ്ഞേ മതിയാകുകയുള്ളൂ. വചനത്തിന്റെ ശക്തി ഈ രാത്രി ഹോളിൽ ഇറങ്ങുകയാ. In the mighty name of Jesus. Yes. Every destroying family spirit. Every destroying family spirit. Every spirit of the confusion. Every misunderstanding of the family life. Let it destroy. Let it destroy. Let it destroy the power of the Holy Spirit. Yes, 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 yes. Lord, 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 wherever the evil force destroying the family life. Yes, 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 yes. Hurra baba, darabala bala hadiri, udala bala badiri, shandala bala, dalkakla bala yala. ചില കുടുംബങ്ങൾക്കെതിരെ ശത്രു വെല്ലുവിളി നടത്തുകയാ. ഇന്ന് രാത്രി വചനം ഇറങ്ങുകയാ. ഈ രാത്രി വചനം ഇറങ്ങുകയാ. ചില കുടുംബത്തിന് മേൽ ഉന്നം വെച്ച് ചില കുടുംബങ്ങളെ മുടിച്ചു കളയുവാൻ, ചില കുടുംബങ്ങളെ തകർത്ത് കളയുവാൻ, ചില കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കണ പൈശാചിക മണ്ഡലങ്ങൾ ഈ രാത്രി അഴിയട്ടെ. Release. We release the mighty name of Jesus. Every broken family must be joined together tonight. Oh, Rabba. Declare the mighty name of Jesus. Declare the blood of Jesus. Conquer. Victory in the mighty name of Jesus. Victory in the mighty name of Jesus. Victory in the mighty of Jesus. Victory in the blood of Jesus. Victory through the word of God. Victory through the word of God. We conquer through the word of God. Yes, 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 yes. ഇന്ന് രാത്രി നിന്നെ കട്ടുപൊട്ടുക. ഇന്ന് രാത്രി നീ ഫ്രീ ആകുക. ഇന്ന് രാത്രി നിന്റെ കുടുംബജീവിതത്തിന്റെ ഒലച്ചിലകൾക്ക് അറുതി വരുത്തുകയാ യേശുവിന്റെ രക്തത്തിൽ.
ഇന്ന് രാത്രിയിൽ ഹുറാബാശി ചുട്ടാരാബാബ. ഓ, ചിലരുടെ മേൽ ആത്മാവിന്റെ ശക്തി ഇറങ്ങി. വെളിപ്പാടിൽ ചിലത് ശാസിച്ചുകൊണ്ടിരിക്കുക, ആത്മാവിൽ ചിലത് ജാഗരിച്ച് വെട്ടിക്കൊണ്ടിരിക്കുക. ആത്മാവിലെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിന്നോട് തന്നെ ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ അതിരത്തിൽ തന്നെ അഭിഷേകത്തിന്റെ ജ്വാല വന്നിട്ട് നീ തന്നെ ചിലത് റിലീസ് ചെയ്യുകയായി രാത്രി. യെസ് 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 യെസ്. ഓ റബ റബ ശിഗല മനഹതന ഗഡഗസി. ഓ റബൽ ഖബന ബലഗ ദിരിഗഡഗസിയ. ഓ, നിന്റെ വിടുതൽ നിന്റെ അധരത്തിലൂടെ തന്നെ. Your deliverance through the faith of your declaration of the tongue. Yes. What shall you bind earth shall be bind in heaven. What shall you loose in earth shall be loose in heaven. Oh. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ആത്മനിറവിൽ ദൈവമക്കൾ വിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ചിലത് സംഭവിക്കാൻ പോവുക. ഇന്ന് രാത്രി നിന്നെ വരിഞ്ഞു മുറുക്കിയതും നിന്റെ തലമുറയോട് വെല്ലുവിളിക്കുന്നതും നിന്റെ ഭാവിയുടെ നന്മകളെ കെട്ടി ബ്ലോക്ക് ചെയ്തതുമായ ശക്തികൾ ഇന്ന് രാത്രി അതിന്മേൽ യെസ് യെസ് വിടുതലയായി ഉള്ളം ദാഹിക്കുന്നവർ ആത്മാവിൽ വചനമേറ്റെടുത്ത ദൈവത്തെ സ്തുതിക്കട്ടെ. ജൽക്കെ പ്രമാണ ഉടയ രഗദലെ ഹദന മര ഹന്ദൽ ഖമാ രഗശി. എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ പലരിൽ കൃപാവരങ്ങളാൽ നിറയുമെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞിട്ടുണ്ട്. വിശേഷ വരങ്ങളാൽ പലരെയും ദൈവം നിറയ്ക്കുന്ന കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസങ്ങൾ വലിയൊരു ആത്മാവിന്റെ ഒഴുക്ക് ഈ സഭയ്ക്കകത്ത് നടക്കുകയും UAE മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വലിയ റിവൈവലിന്റെ തുടക്കത്തിലേക്ക് ദൈവാത്മാവ് സഭയെ നയിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്. ഓ ഓ ഓ ഓ ഹൂറ ബാബാ ബാബാ സദന ഹദന ഘടക ബബല ഉദൽ ഖമന ദിഗലെ അടമന്ദുരെ പ്രബല ബടക ദുരി ഘടകസിയ. ഓ, we release the mighty name of Jesus. Power in the name of Jesus. Power in the name of Jesus. Oh, yes. Yes, Lord. ഒന്ന് കണ്ണു തുറക്കാൻ പ്രാർത്ഥിക്കുക. രണ്ടാമത് തിരുത്തെടുത്ത് തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 29 തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ മീറ്റിംഗ് കണ്ടിട്ട് ഒരു സഹോദരി എനിക്ക് മെസ്സേജ് ഇട്ട്, പാസ്റ്റർ, ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ ഉപവസിക്കരുതെന്ന് പഠിപ്പിച്ചിരിക്കുന്നു, അന്യഭാഷ പറയരുതെന്ന് പഠിപ്പിച്ചിരിക്കുന്നു, ആത്മാവിൽ ആരാധന വേണ്ട എന്ന് പഠിപ്പിക്കുക, ഞാൻ ഞരങ്ങുവാന്ന്. ഹലോ ദൈവമക്കളെ, ഈ സമർത്ഥ്യ ഇവിടെ ഈ ആത്മീയ വചനം കിട്ടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വാല്യൂ അറിയത്തില്ല. സ്തോത്രം 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 സ്തോത്രം. ഈ വിരുന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യണം. സ്തോത്രം 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 സ്തോത്രം. ദർശനം എവിടെ ഏറെയുണ്ടോ അവിടെ വചനം ഏറെ കാണും. ദർശനം ഏറെ എവിടെയില്ലയോ അവിടെ വചനം ദുർലഭമായിരിക്കും. വചനം ദുർലഭമാണെങ്കിൽ കണ്ണുമങ്ങും. കണ്ണുമങ്ങിയ കഴുത്തൊടിയും. കഴുത്തൊടിഞ്ഞാൽ പെട്ടകം പിടിക്കപ്പെടും. മനസ്സിലായവർക്കായി മനസ്സിലായി. നിരാത്രി തുറന്നിരിക്കുന്ന കണ്ണുകൾക്കായി സ്തോത്രം.
ഓ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ആ ശരീരത്തിലെല്ലാം ഒരു സൗഖ്യം വ്യാപരിക്കുന്നുണ്ടല്ലോ, മനസ്സിലൊരു സൗഖ്യം വ്യാപരിക്കുന്നുണ്ടല്ലോ. അത് മറ്റൊന്നുമല്ല, എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാ, വചനത്തിന്റെ ശക്തിയാ. അവന്റെ വചനത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്താൽ ശത്രുക്കൾ കീഴടങ്ങുമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്നെ വേദനിപ്പിക്കുന്ന ശത്രുവിനെ നിന്റെ കാൽ കീഴെ ആക്കുന്ന വചനമാ ഈ രാത്രി കേട്ടോണ്ടിരിക്കുന്നത്. ചേർന്ന ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അത് തിരിച്ചറിയാൻ പ്രാർത്ഥിക്കണം. മൂന്നാമത്തതായി ഈ ബുദ്ധി തുറക്കണം. കോപ്പടി खोलना चाहिए. जब तक खोपड़ी नहीं खोलेगा तब तक कुछ अनपढ़ का जैसा बैठेगा. ദൈവം തുറക്കണം. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 47 ഒന്ന് വായിച്ചാട്ടെ മക്കളെ. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 47. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവൻ അവരുടെ ബുദ്ധിയെ തുറന്നു. കണ്ടോ? അപ്പൊ ഇത് മൂന്നും നടക്കണം. കണ്ണ് തുറക്കണം, തിരിച്ചറിവുണ്ടാകണം, പിന്നെ ബുദ്ധിയും തുറക്കണം. സ്തോത്രം. ബോധത്തോടാ പലരും ചെയ്യുന്നത് പല കാര്യങ്ങളും. പക്ഷേ സ്വബോധം വന്നെങ്കിലേ വീടിനെ കുറിച്ചും അപ്പനെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ചിന്ത വരത്തുള്ളൂ. ഹലോ, അപ്പൻ്റെ നിന്നുള്ളതെല്ലാം മേടിച്ചുകൊണ്ട് മോനാട് വിട്ടു ബോധത്തോടാ. പക്ഷേ വീടിനെക്കുറിച്ചും അപ്പനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും തെറ്റിനെക്കുറിച്ചും ഒക്കെ കുറ്റബോധം വന്ന് തിരിച്ചു വരണം എന്ന ബോധം ഉണ്ടായത് സ്വബോധം വന്നപ്പോഴാണ്. സ്തോത്രം. ക്രൈസ്റ്റ് വേർഡിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നാളെ പറയും. സ്തോത്രം. ഇന്ന് നമ്മൾ ദൈവവചനത്തിന്റെ ഒരു ഇൻട്രോ മാത്രമേ പറഞ്ഞുള്ളൂ. ഒരാളോട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആത്മനിയോഗത്തിലാണെങ്കിൽ അവിടെ മാനസാന്തര അനുഭവം ഉണ്ടാവും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എങ്ങനെയാ ഒരാളിൽ വീണ്ടും ജനനം നടക്കുന്നത്? ഞാൻ നിങ്ങളെ കുറ്റം പറയുവല്ല. ചില ആളുകൾ തീഷ്ണത കൂടുമ്പോൾ നിനക്ക് വേണേ കൊണപ്പെടാ, നിനക്ക് സ്വർഗം വേണേ സ്നാനപ്പെട്, നിനക്ക് വേണേ പെന്തിക്കോസിപ്പൂ. ഇത് കേട്ട ആരെങ്കിലും വരൂ? ബോധമുള്ളവനാണ് പറയായിരിക്കും കയറുണ്ടായിരുന്നു ഇവനെ കെട്ടി മെന്റൽ ഹോസ്പിറ്റലിലോട്ട് ഇടായിരുന്നു. അങ്ങനെയൊന്നുമല്ല. സുവിശേഷം അതൊന്നുമല്ല. ദൈവത്തിന്റെ സ്വഭാവത്തിലാ ഗോസ്പൽ ഷെയർ ചെയ്യേണ്ടത്. നിങ്ങൾ ദൈവത്തിന്റെ മനുഷ്യനാണ്, നിങ്ങളുടെ കൂടെ നടക്കുന്ന ആളുകൾ നിങ്ങളെ കണ്ട് കർത്താവിൽ വരും. അങ്ങനെ ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ആദ്യം പിതാവ് ആകർഷിക്കണം, പുത്രൻ രൂപാന്തരപ്പെടുത്തണം, പരിശുദ്ധാത്മ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തണം. മണിക്കടവെന്ന സ്ഥലം, കണ്ണൂർ ജില്ലയിൽ മണിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലം, വെളിപ്പാട് ദൈവം തന്നു പോയി ആരംഭിച്ച വേല സ്ഥലമാത്. സ്തോത്രം. പുനലൂർ സയോൺ ബൈബിൾ കോളേജിൽ പ്രിൻസിപ്പൾ ആയിരിക്കുന്ന സമയത്ത് ഇവാഞ്ചലിസം എന്ന വിഷയം പഠിപ്പിക്കുമ്പോൾ ഞാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞു, 97 സ്തോത്രം, ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സഭയുടെ ചാർജ് എടുക്കാതെ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലത്ത് പോകണം, വേലസ്ഥലങ്ങളില്ലാത്ത സ്ഥലത്ത് പോകണം, അവിടെ പോയി വേല ആരംഭിക്കണം, പുതിയ ആത്മാക്കളെ നേടി സഭകൾ സ്ഥാപിക്കണം. അങ്ങനെ പ്രവർത്തിച്ചാൽ ഞാനും വന്ന് നിങ്ങളെ സഹായിക്കാം. ജെയ്സൺ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ ഓഫീസിൽ വന്നിട്ട് എന്നോട് ഇൻ്റർവെൽ ടൈം ചോദിച്ചു, സാറേ ഞങ്ങളുടെ നാട്ടിൽ പെന്തക്കോസിൻ്റെ വേലയില്ല, സാറ് വന്നൊന്ന് തുടങ്ങാമോ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, കർത്താഴ്ച വരാം. സ്തോത്രം. 3 മാസം പ്രാർത്ഥിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ദൈവാത്മാവിനോട് പറഞ്ഞു 3 ദിവസം ഉപവസിക്കാൻ. എന്തിനാണെന്ന് പോലും തമ്പുരാൻ പറഞ്ഞില്ല. അങ്ങനെ ചില ട്രിക്ക് ദൈവത്തിനുണ്ട്, ഒന്നും പറയത്തില്ല. 3 ദിവസം പ്രാർത്ഥിച്ചത് മലബാറിന് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി. 3 ദിവസം രാത്രി കർത്താവിനോട് പറഞ്ഞു റിസൈൻ, ഗോ ടു മലബാർ. അന്ന് മോനെ, 2ാമത്തെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തന്നിട്ട് 27 ദിവസമേ ആയുള്ളൂ. കർത്താവ് പറഞ്ഞു പൊക്കോളാൻ. പണ്ടൊരാള് ഇങ്ങനെ ദൈവശബ്ദം കേട്ട് കർത്താവേ അടിയനിതാ, അളിയനെ അയക്കണേന്ന് പറഞ്ഞു. അത് നടക്കില്ല. കേട്ടോൻ പൊക്കോണം, വിളിച്ചവൻ കൂടെ കാണും. ഇത് തോറ്റ സൈന്യത്തിന്റെ നേതാവല്ല വിളിച്ചത്. സ്തോത്രം, സ്തോത്രം. അത്ര സന്തോഷമല്ലേ? നേരെ ഇനി പ്ലാറ്റ്ഫോമിൽ വന്നല്ലേ ഈ 39 കൊല്ലം
നല്ല തിളച്ചെണ്ണയ്ക്കകത്ത് വീഴുന്നത് പോലെ, വറുചട്ടി വീണതുപോലെ നല്ലതുപോലെ വറുത്ത് ശരിയാക്കി ഇതിൻ്റെ ക്ലാവും കളഞ്ഞ് ഇതിൻ്റെ കീടവും കളഞ്ഞ് ഇച്ചാറ ഇണ്ണാറ എന്നെല്ലാം എഴുതിയിട്ടാണ് ഇവിടെ കയറി വന്നേ. ഡോണ്ട് തിങ്ക് ടുമോറോ ഐ വിൽ കം ടു ദിസ് പ്ലാറ്റ്ഫോം ജസ്റ്റ് ലൈക്ക് മീ. വരട്ടെ നിങ്ങളെല്ലാവരും, സന്തോഷം. പക്ഷെ അങ്ങനെയല്ല. വെള്ളിയിൽ നിന്ന് കീടം നീക്കിയാൽ തട്ടാൻ ഒരു ഉരുപ്പിടി കിട്ടും. ഒട്ടകം അടുപ്പത്ത് വെച്ച് പുഴുങ്ങുക, ഇതിൻ്റെ ക്ലാവ് ഇറങ്ങട്ടെ. ദൈവമക്കളെ, സ്തോത്രം. ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ അന്ന് കാനമച്ചനാടെ പഠിപ്പിക്കുന്നത്. അച്ഛനോട് പറഞ്ഞു വെച്ചാൽ ഞാൻ മലബാറിൽ പോവാ. എൻ്റെ പൊന്നു കുഞ്ഞേ, എല്ലാവരും ഈ കസേരയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ നീ ഇത് കളഞ്ഞേച്ച് പോവാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇന്നലെ വരെ ഈ കസേരയിൽ കർത്താവ് ഉണ്ടായിരുന്നു, ഇനിയില്ല. കാരണം നിയോഗം കിട്ടിക്കഴിഞ്ഞാൽ നിയോഗം തന്നെടുത്തേ കാക്ക വരൂ. ഹലോ, കാക്കയ്ക്ക് അഡ്രസ് കൊടുത്തേക്കുന്ന കരീത്തിനാ. ഏലിയ അവിടെ ചെന്ന് കാക്ക അവിടെ വെയിറ്റ് ചെയ്യുക. ഹലോ, കാക്കയെന്ന് കേട്ടപ്പോൾ നിയോഗമൊക്കെ വരും. നമ്മൾ കാക്കന്മാരുടെ കയ്യിലല്ലയോ. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ചേ, 5 കിലോ അരിയും 100 രൂപയും മേടിച്ച് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ മലബാറിൽ പോയി. അവിടെ ചെന്നിറങ്ങുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് 20 രൂപയാണ്. ദൈവശബ്ദം പോക. സ്തോത്രം. ഒരാഴ്ച മുഴുവൻ ഞങ്ങൾ അവിടെ പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച് ആ ദിവസങ്ങളൊന്നും ജെയ്സന്റെ ഫാദർ എന്നോട് മിണ്ടിയിട്ട് പോലുമില്ല. ജെയ്സന്റെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ വഴക്കൊന്നും ഉണ്ടാക്കിയില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോരാൻ ഒരുങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ വന്ന് ടിക്കറ്റ് എടുക്കാൻ തന്നെ ദൈവാത്മാനോട് ഒരു മടങ്ങി ജെയ്സന്റെ വീട്ടിലേക്ക് പോകാം. മടങ്ങിപ്പോയി. അപ്പം ഞാൻ ഉള്ളി ഞരങ്ങ, കർത്താവേ എന്തിനാ തിരിച്ചു കൊണ്ടുവന്നേ? 9 മണിയായപ്പോൾ അവരുടെ വീട്ടിൽ വന്നു. കുടുംബ പ്രാർത്ഥന നടക്കുക. ജെയ്സന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചും പെരട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട്. ജെയ്സന്റെ ഫാദർ നോക്കിയപ്പോൾ പോയ ശല്യം തിരിച്ചു വന്നു. ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഭാരപ്പെടരുത്. വിളി വ്യക്തമാണെങ്കിൽ വഴി വ്യക്തമായിരിക്കും. ഐ റിപ്പീറ്റ്, വിളി വ്യക്തമാണോ? ഇഫ് യുവർ കോളിംഗ് ഈസ് പെർഫെക്റ്റ്, your way will be perfect. ഞാൻ അവിടെ നിന്ന് കരയുക. ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കാണാൻ അഭ്യാസ പ്രകടനങ്ങളൊന്നും വേണ്ട. സിംപ്ലി യു ക്രൈ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. യു വീപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. യു ക്യാൻ സീ ഹിസ് ഗ്ലോറി. ഓ ജീസസ്. ഞാൻ അവിടെ നിന്ന് കരയുക. ഒരു 10-15 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്ന് ഏങ്ങി ഉള്ളി കരയുക. ശബ്ദം പുറത്തു വരാതെ വിങ്ങുക. അല്പം കഴിഞ്ഞപ്പോൾ ആ മുറിക്കുള്ളിൽ മുഴുവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. അതിശക്തമായ ഒരു ആത്മപകർച്ച ഉണ്ടായി. പെരട്ടിൽ അപ്പച്ചന്റെ കൈ നാളുകളായി നിവരാതെ ഇങ്ങനെ ഇരിക്കുക. ആരും തൊട്ടില്ല. അപ്പച്ചന്റെ കൈ നിവർന്ന് അപ്പച്ചൻ കൈയടിച്ചപ്പോൾ വേദപുസ്തകം എടുത്തിട്ട് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു, തോമസ് ചേട്ടൻ ആരും പറയാതെ ദൈവസനെ എഴുന്നേറ്റ് പറയരുത്, കർത്താവേ ഞാനൊരു പാപിയാ, ഇന്നു മുതൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിച്ചോളാം. ഹലോ. അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കൈ കീഴിൽ സ്നാനപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 3 മക്കളും ഇന്ന് കർത്താവിൻ്റെ വേലയിലാണ്. മൂത്തമോൻ കാസർഗോഡ് ചർച്ച് ഫണ്ട് ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്റർ, എൻ്റെ വിദ്യാർത്ഥിയാണ്. എൻ്റെ നേരെയുള്ളവൻ മാനന്തവാടിയിൽ നല്ലൊരു ലീഡിങ് ചർച്ച് 22 വർഷത്തിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചാക്കിയതാ. വലിയൊരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. എൻ്റെ പെങ്ങൾ, സ്തോത്രം, മഹാരാഷ്ട്രയിൽ 10-300-ലധികം സഭയുടെ ഒരു ലീഡറിൻ്റെ വൈഫാ. ദൈവം പ്രവർത്തിച്ചു. ആ മലബാറിനെ ദൈവം തൊട്ടു. ഒരു സ്പോൺസറിൻ്റെ പുറകെ ഞാൻ പോയില്ല. കർത്താവിനോട് പറഞ്ഞു, നീ അറിയാത്ത വ്യക്തികളെ കടലുകൾക്കപ്പുറത്തുനിന്ന് ഞാൻ കൊണ്ടുവരും. സ്തോത്രം. ദൈവം കൊണ്ടുവന്നു. 10 വർഷം ആ കരം നിന്നെ സഹായിക്കും. 10 വർഷം കഴിയുമ്പോൾ ആ കരം നിശ്ചലമായി പോകുമെന്നും പറഞ്ഞു. ആ 10 വർഷത്തിനുള്ളിൽ ആ ഫാമിലി അവിടുത്തെ മിനിസ്ട്രിയെ സഹായിച്ചത് 1 കോടി രൂപയാണ്. മക്കളെ, വിളിയുടെ പുറകിൽ ഒരു ട്രഷറി കാണും. ഹലോ, സ്തോത്രം ചെയ്തില്ല.
നിനക്ക് വേണ്ടി ആരെ എഴുന്നേൽപ്പിക്കണം എന്ന് തീരുമാനിക്കുന്ന ദൈവമാ. ആ മണിക്കടവിൽ മാണിച്ചേട്ടൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ആത്മനിയോഗത്തിൽ സുവിശേഷം പങ്കുവെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാണിച്ചേട്ടാ, പാപബോധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങൾ ഒരുവനെ കുത്തിയെന്നിരിക്കട്ടെ, ഉടനെ നിങ്ങൾ കുറ്റബോധത്താൽ നിറഞ്ഞു പോയി മാപ്പ് ചോദിച്ച് മടങ്ങി വരും. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ വിചാരിച്ചു റെസ്റ്റ് റൂമിൽ പോയതാന്ന്. 15 മിനിറ്റ് ആയിട്ടും കാണുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഞാനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞു വിങ്ങിപ്പൊട്ടി അകത്ത് കയറി വന്നു. ഞാൻ ചോദിച്ചു, മാണിച്ചേട്ടൻ എവിടെയാ പോയത്? സാറല്ലേ പറഞ്ഞേ, പാപബോധം ഒരുവനുണ്ടായാൽ, ഒരുവനെ കുത്തിയെങ്കിൽ അന്നേരം എഴുന്നേറ്റ് പോയി അവനോട് മാപ്പ് ചോദിച്ചു മടങ്ങി വരുമെന്ന്. ചില വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജ്യേഷ്ഠനെ ഞാൻ കുത്തി. സ്തോത്രം. ഹലോ, വചനത്തിന്റെ ശക്തിയാ, വചനത്തിന്റെ ശക്തിയാ. ഈ 21-ാം തീയതി, മാർച്ച് 21-ാം തീയതി മാണിച്ചേട്ടന്റെ മകൾ അമേരിക്കയിൽ നിന്ന് വന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. ആ സഹോദരിയുടെ മകളും വന്ന് ഗ്രാജുവേറ്റ് ചെയ്തു, BA in തിയോളജി. ഞാനിവിടെ നിർത്തുക, നമ്മുടെ സമയമായി. ഓക്കെ, 9:35. ഇന്ന് രാത്രി നമ്മൾ കേട്ടത് വചനത്തിന്റെ ശക്തിയാണ്. നമ്മൾ അങ്ങോട്ട് കയറിയില്ല, അതിൻ്റെ ഇൻട്രോ മാത്രമേ ഉള്ളൂ. നാളെ അതിശ്രേഷ്ഠമായത് നമുക്ക് കേൾക്കാനുണ്ട്. ആർ യു ഹാപ്പി? എത്ര പേര് സന്തോഷമുണ്ട്? സോ ഐ റിക്വസ്റ്റ് എവരിവൺ, പ്ലീസ് നീൽ ഡൗൺ. ഒന്ന് മുട്ട നിൽക്കാൻ പറ്റിയാൽ, നിൽക്കാൻ പറ്റുന്നവർ നിൽക്കുക. മുട്ട ഇരിക്കാനല്ല, നിൽക്കാൻ പറ്റുന്നവർ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഷാജി പാസ്റ്റർ വന്നിങ്ങനെ ഈ പണിഷ്മെൻ്റ് ഒന്നുമല്ല തരുന്നത്, ഞാൻ മണിക്കൂറുകൾ നിൽക്കുന്ന ആളാണ്. എൻ്റെ കാലിൽ രണ്ട് നിങ്ങൾ നോക്കിയതാണ്ട് വളഞ്ഞിരിക്കുന്ന ലിഗമെൻ്റ് ഒന്നും ഇല്ല. എനിക്കൊരു സങ്കടവും ഇല്ല. പക്ഷെ അതൊരു മുട്ടയിൽ നിൽക്കുന്ന ഒരു വിജയത്തിൻ്റെ ലക്ഷണം കേട്ടോ. ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങൾ നിൽക്കുന്നത് എവിടാ? സ്വർഗം സിംഹാസനമെങ്കിൽ ബാക്കി പറ. ആരുടെ മുമ്പിലാണ് മുട്ടുകുത്തിയേ? ഒരുത്തൻ്റെ മുമ്പിൽ ദൈവം നിങ്ങളെ മുട്ടുകുത്തിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ബ്ലഡ് ഓഫ് ജീസസ് ഒന്ന് പറ. ആ കൈ ഉയർത്തിയോ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറ. സ്തോത്രം, സ്തോത്രം. ഇന്നലകളിൽ പിശാച് നിങ്ങളെ തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി, വിമിഷ്ടത്തിലാക്കി, തലമുറകളെ നോവിച്ചു, കുരുക്കിലാക്കി, കണിയിലൊതുക്കി. എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പറ, യെസ് ലോർഡ്, ഐ ട്രസ്റ്റ് ഇൻ ദൈ ബ്ലഡ്. യേശുവിൻ്റെ രക്തത്തിൽ, യേശുവിൻ്റെ രക്തത്തിൽ, യേശുവിൻ്റെ രക്തത്തിൽ. ഡിക്ലെയർ, ഡിക്ലെയർ, ഡിക്ലെയർ. കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഫ്രൂട്ട്ഫുൾ ആയി തീരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പവർ ഹൗസായി മാറാൻ ഏൽപ്പിച്ചു കൊടുക്കണം. നാളുകളിൽ ഈ UAയുടെ ചുറ്റുവട്ടങ്ങളിൽ സഞ്ചരിക്കുന്ന നിങ്ങളിൽ നിന്ന് തകർന്നിരിക്കുന്നവർ, താറുമാറായിരിക്കുന്നവർ, സ്വസ്ഥതയില്ലാത്തവർ, സമാധാനമില്ലാത്തവർ, അവരുടെ നടുവിൽ നിങ്ങൾ സമാധാനപുത്രന്മാരായി തീരണം, സമാധാനപുത്രിമാരായി തീരണം. യെസ്, നിങ്ങളുടെ ഓഫീസിൽ ആമേൻ ഒരുവൻ തകർന്നിരിക്കുന്നെങ്കിൽ അത് നിങ്ങൾ അവർക്ക് ആശ്വാസത്തിന്റെ ഒരു ചൂണ്ടുപലകയായി തീരണം. ഡിക്ലെയർ, ഡിക്ലെയർ, ഡിക്ലെയർ. യെസ്, യെസ്. ഭൂമിയിൽ കെട്ടുന്നതല്ല സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതല്ല സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. അടരം തുറന്ന് എങ്ങനെ ആത്മാവിൽ പോരാടണമോ അങ്ങനെ നിങ്ങൾ പോരാടുക. ദൈവത്തിന്റെ വചനം തീ പോലെയാണ്, എല്ലാത്തിനും കൺസ്യൂം ചെയ്യും. ദൈവഹിതമില്ലാതെ നിന്റെ ജീവിതത്തിൽ നിൽക്കുന്നതിനെ മുഴുവൻ കത്തിക്കുന്ന രാത്രിയായി തീരട്ടെ. ഏൽപ്പിച്ചു കൊടുക്കുന്നേ. വചനം പറയുന്നു, എന്റെ ജനം വിറകും, എന്റെ വചനം തീയുമെന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിറകാകുന്ന എന്നെ കത്തിക്ക അഭിഷേകത്താലെന്ന് പറഞ്ഞാട്ടെ. വിറകാകും എന്നെ ഇന്ന് കത്തിക്ക അഭിഷേകത്താ, വിറകാകും എന്നെ ഇന്ന് കത്തിക്കാഭിഷേകത്താ, നിന്നാവായി മാറിടുവാ, നിൻ ശബ്ദമായിടുവാ, നിന്നാവായി മാറിടുവാ, നിൻ ശബ്ദമായിടുവാ. പാടുക. വിറകാകും എന്നെ ഇന്ന് കത്തിക്ക അഭിഷേകത്താൽ. പാടിയാട്ടെ.
വിറകാകും എന്നെ ഇന്ന് സ്ലോ കത്തിക്ക അഭിഷേകത്താ. ഒരിക്കൽ കൂടെ വിറകാകും റാവാശംഭരാദിയ കത്തിക്ക അഭിഷേകത്താ. നിന്നാവായി മാറിടുവാ, നിൻ ശബ്ദമായിടുവാ, നിന്നാവായി മാറിടുവാ, നിൻ ശബ്ദമായിടുവാൻ. ഒരിക്കൽ കൂടെ വിറകാകും എന്നെ ഇന്ന്. ഓ യെസ്, കത്തിക്ക അഭിഷേകത്താ. കരങ്ങളെ ഉയർത്തി. വിറകാകും എന്നെ ഇന്ന്, കത്തിക്ക അഭിഷേകത്താ. നിന്നാവായി മാറിടുവാ, നിൻ ശബ്ദമായിടുവാ, നിന്നാവായി മാ. യെസ് ലോർഡ്, നിൻ ശബ്ദ. ജനം മുഴുവൻ മുഴങ്കാലിലാണല്ലോ. വീണ്ടും പാടാ. വിറകാകും എന്നെ ഇന്ന്, കത്തിക്ക അഭിഷേകത്താ. ഓ വിറകാകും എന്നെ ഇന്ന്, കത്തിക്ക അഭിഷേകത്താ. നിന്നാവായി മാറിടുവാ, നിൻ ശബ്ദമായിടുവാ, നിൻ ശബ്ദ. ഒരിക്കൽ കൂടെ ആ കോറസ് പാടാ. വിറകാകും യെസ് ലോർഡ്, വിറക. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. ഓ യെസ്, awesome, amen. നിൻ ശബ്ദം മാറിടുവാ, നിൻ ശബ്ദമായിടുവാ, നിന്നാവായി മാ, നിൻ ശബ്ദമായിടുവാ. ഒരിക്കൽ കൂടെ വിറകാകും. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. അഭിഷേകത്താ. ഓ വിറകാകും എന്നെ ഇന്ന്, കത്തിക്ക അഭിഷേകത്താ. നിന്നാവായി മാറിടുവാ, ഓ നിന്ന. അയക്കണേ അഭിഷേകത്തെ, കൊടുങ്കാറ്റ് പോലെ ഇന്ന്. ഓ അയക്കണേ അഭിഷേകത്തെ, കൊടുങ്കാറ്റ് പോലെ ഇന്ന്. നിറയ്ക്കണേ എന്നെ നാഥ, ആത്മാവിലാരാധിപ്പാ. നിറയ്ക്കണേ എന്നെ നാഥ, ആത്മാവിലാരാധിപ്പാ. യെസ്, അയക്കണേ അഭിഷേകത്തെ, കൊടുങ്കാറ്റ് പോലെ ഇന്ന്. പഠിക്കട്ടെ. അയക്കണേ, worship you Lord. കൊടുങ്കാറ്റ് പോലെ ഇന്ന്. നിറയ്ക്കണേ എന്നെ നാഥ, ആത്മാവിലാരാധിപ്പാ. നിറയ്ക്കണേ എന്നെ നാഥ. പ്ലീസ് പ്ലീസ് ആത്മാവിൽ. എല്ലാവരും എഴുന്നേറ്റ് ഒരിക്കൽ കൂടെ. അയക്കണേ അഭിഷേകത്തെ, കൊടുങ്കാറ്റ് പോലെ ഇന്ന്. കരങ്ങളെ അടിച്ച്. നിറയ്ക്കണേ എന്നെ നാഥ, ആത്മാവിലാരാധിപ്പാ. നിറയ്ക്കണേ എന്നെ നാഥ, ആത്മാവിലാരാധിക്കാം. അയക്കണേ അഭിഷേകത്തെ, കൊടുങ്കാറ്റ് പോലെ ഇന്ന്. നിറയ്ക്കണേ എന്നെ നാഥ, ആത്മാവിലാരാധിപ്പാ.
ആത്മാ വിറകാകും എന്നെ, ഓ വിറകാകും എന്നെ ഇന്ന് കത്തിക്ക അഭിഷേകത്താൽ, വിറകാ എന്നെ ഇന്ന് കത്തിക്ക അഭിഷേകത്താ, നിന്നാവായി മാറിടുവാ, നിൻ ശബ്ദമായി ഓ നിന്നാവായി വിറകാകും എന്നെ കത്തിക്ക അഭിഷേകത്താ, വിറകാകും എന്നെ കത്തിക്ക അഭിഷേകത്താ, നിന്നാവായി മാറിടുവാ, നിശബ്ദമായിടുവാ, നിന്നാവായി മാറിടും. Praise the Lord. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ആഴമായി തിരുവചനം ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വചനത്തിന് മുൻപാകെ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവ് നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ ഓർപ്പിച്ചതുപോലെ നാളെ വൈകുന്നേരം ക്രൈസ്റ്റ് ചർച്ചിൽ ഹാൾ നമ്പർ 5 മീറ്റിംഗ് നടക്കുന്നത്. ടുമോറോ ദ മീറ്റിംഗ് വിൽ ബി ഹെൽഡ് ഇൻ ക്രൈസ്റ്റ് ചർച്ച് ഹാൾ നമ്പർ 4 from 8 o'clock to 10 o'clock. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നിന്ന് വരുവാൻ വാഹന സൗകര്യം ഇല്ലാത്ത പ്രിയപ്പെട്ടവർക്ക് ഡ്രൈ ഡോക്കിൽ നിന്ന് വിശേഷാൽ വരുന്നതായ സഹോദരന്മാർക്ക് വാഹനത്തിൻ്റെ ക്രമീകരണം ചെയ്യുവാനുള്ളതായ അവസരമുണ്ട്. ബിജി ബ്രദർ ആ കാര്യങ്ങൾ പ്രിൻസ് ബ്രദർ ആ ഭാഗങ്ങൾ നോക്കുന്നതായിരിക്കും. ആരും മടിച്ചിരിക്കരുത്. ജസ്റ്റ് എ ഫ്യൂ മോർ ഡേയ്സ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ ആമേൻ ഇന്ന് രാത്രിയിൽ നമ്മൾ പാടിയതുപോലെ ആമേൻ വിറകാകും എന്നെ ഇന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കത്തിക അഭിഷേകത്താൽ. സ്തോത്രം. നിന്നാവായി മാറിയിടുവാൻ, നിൻ ശബ്ദം ആയിരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു ദാഹത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ, ആ ഒരു സമർപ്പണത്തോടു കൂടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ജസൻ പാസ്റ്റർ പ്രാർത്ഥിക്കും. നാളെ രാത്രിയിൽ യാത്ര ചെയ്യുന്ന പ്രിയ ബേബിച്ചാനെ അമ്മയും ഓർത്ത്
നമുക്ക് വിശേഷാൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ യാത്രയിൽ കൂടെ സഹായിപ്പാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ അഞ്ചു സിസ്റ്റേഴ്സ് സുഖമില്ലാതെ ആയിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസിയെ സന്ദർശിക്കുവാനായിട്ടാണ് പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നത്. അവിടെ കടന്നു പോകുന്നത് അവരുടെ ദൈവദാസനും ദാസിയുടെയും സാന്നിധ്യം നിമിത്തം അവിടെ ഒരു വലിയ വിടുതൽ അവിടെ വെളിപ്പെടുവാനായിട്ട് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് നമുക്ക് അയക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സുഖ്യപിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രി യാമത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഉപവാസത്തോട് പ്രാർത്ഥനയോട് കർത്താവിൻ്റെ ജനത്തെ കൂട്ടി വരുത്തിയല്ലോ. കഴിഞ്ഞ രാത്രി ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് കേൾക്കുവാനിടയായി. ഈ രാത്രിയിൽ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടു കർത്താവേ. വെറും കേൾവിക്കാരായി കടന്നു പോകുവാനല്ലപ്പാ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി തീരുവാൻ കൊണ്ട് സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടത് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ കർത്താവേ. ഞങ്ങൾ വചനത്തെ തിരിച്ചറിയുന്നവരായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നത് ആർക്കും നഷ്ടമായി പോയെന്ന് പറയുവാനല്ലപ്പാ, ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു എന്ന്, ഇരട്ടിപ്പങ്ക് പ്രാപിച്ചു എന്ന് പറയത്തക്ക വിധം ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. വരും ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങൾ ഒരുക്കത്തോടെ കടന്നു വന്ന കർത്താവെ, കത്തത്തക്കതായ ഒരു വിറകായി മാറി അഭിഷേകം അതിൽ പകരപ്പെടുന്ന തലത്തിൽ ഞങ്ങൾ ആയിരിക്കാൻ തക്ക ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടുവിൽ സൃഷ്ടിച്ച ദാസനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ദാസനെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, നാളെ യാത്രയാകുന്ന ഉപയോഗിച്ചാനെ അനുഭവമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ പോകുന്ന വിഷയം അപ്പൻ അറിയുന്നല്ലോ കർത്താവേ. അവരുടെ കൂടെ നിന്റെ സാന്നിധ്യം പോകുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരവിടെ എത്തിക്കഴിയുമ്പോൾ കർത്താവേ, അവരായിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങയുടെ സാന്നിധ്യം അവർക്കൊരു ആശ്വാസമായി മാറട്ടെ കർത്താവേ. നീ വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണല്ലോ. നിന്റെ വചനം അത്ഭുതത്തിന്റെ വചനമാണല്ലോ കർത്താവേ. അത് ഇവിടെ നിന്ന് പുറപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. അതിന്റെ പൂർണ്ണത അവിടെ സൃഷ്ടിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന യഹോവയുടെ വചനം, അതിന്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നതിനായ സ്തോത്രം കർത്താവേ. ഈ രാത്രി ഞങ്ങൾ മടങ്ങിപ്പോകട്ടെ. ദൈവിക നിറയ്ക്കുന്നതിനായ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സവാസം നമ്മോടും ഇന്ന് രാത്രി വചന ശുശ്രൂഷ കർത്താവിന്റെ ദാസനോടും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.